വെൽക്കം ടു ക്യൂബിറ്റ് അക്കാഡമി. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്ന 6/3/2023 മുതൽ 12/4/2024 വരെയുള്ള എന്താണ് കറണ്ട് അഫയേഴ്സാണ്. നമുക്ക് ആദ്യത്തെ ടോപ്പിലേക്ക് പോവാം. എന്താണ് ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത്? കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി ആണ്. ഇതെന്താണ് ന്യൂസിൽ വരാൻ കാരണം? റീസെൻ്റ്ലി ദ കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി സെലിബ്രേറ്റഡ് ഇറ്റ്സ് 125th birthday anniversary over the years. It has played a crucial role in advancing our understanding of solar activity and its impact on Earth climate and space weather. അതായത് എന്താണ്? ഇത്രയേ ഉള്ളൂ. കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി എന്താണ് അതിൻ്റെ 125ാമത്തെ എന്താണ് ബർത്ത് ആനിവേഴ്സറി എന്താണ് ആഘോഷിക്കുകയാണ്. ഓക്കെ, അതുമായി ബന്ധപ്പെട്ടിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് നോക്കാം എന്താണ് സോളാർ ഒബ്സർവേറ്ററി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. എന്താണ് ഈ സോളാർ ഒബ്സർവേറ്ററി? ഇറ്റ് ഈസ് എ ഫെസിലിറ്റി ഓർ ഇൻസ്റ്റിറ്റ്യൂഷൻ ഡെഡിക്കേറ്റഡ് ടു ഒബ്സർവിങ് ആൻഡ് സ്റ്റഡിയിങ് ദ സൺ. അതായത് എന്താണ് സൂര്യനെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു ഫെസിലിറ്റി അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് സോളാർ ഒബ്സർവേറ്ററി എന്ന് വിളിക്കുന്നത്. These observations use specialized telescope and instrumental to observe various phenomena on sun surface, its atmosphere and surrounding space. അതായത് എന്താണ് ഏറ്റവും സ്പെഷ്യലൈസ്ഡ് ആയിട്ടുള്ള ടെലിസ്കോപ്പുകൾ ഉപയോഗിച്ച് അല്ലെങ്കിൽ ഇൻസ്ട്രുമെൻറ്റ്സ് ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാണ് ഇവിടെ എന്താണ് ചെയ്യുന്നത്? സൂര്യൻ്റെ സർഫേസിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ അറ്റ്മോസ്ഫിയറിനെ കുറിച്ച് അല്ലെങ്കിൽ അതിൻ്റെ സറൗണ്ടിങ്സ് ഓഫ് സ്പേസിനെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാണ് പഠിക്കുകയാണ്. ഏതിൻ്റെ ലക്ഷ്യം? ഇതിൻ്റെ ലക്ഷ്യം എന്ന് വിളിക്കുന്നത്. ഇനി ഇതിൻ്റെ നീഡ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്? ദ സൺ സെർവ്സ് ആസ് ദ മെയിൻ സോഴ്സ് ഓഫ് എനർജി ഫോർ ലൈഫ് ഓൺ എർത്ത്. അതായത് എന്താണ് ഭൂമിയിലെ തന്നെ ഏറ്റവും വലിയ എനർജി, ഭൂമിയിലേക്ക് എനർജി എത്തിക്കുന്നതിൽ ഏറ്റവും വലിയൊരു സോഴ്സാണ് സൂര്യൻ നമ്മുടെ ജീവൻ നിലനിർത്തുന്നതിൽ. അപ്പോൾ എന്ത് ചെയ്യുക? ആൻഡ് ഓൾട്ടറേഷൻസ് ഇൻ സർഫേസ് സറൗണ്ടിങ് ഏരിയാസ് ഹാവ് പൊട്ടൻഷ്യൽ ടു ജനറലി ഇമ്പാക്റ്റ് ഓഫ് എർത്ത്സ് അറ്റ്മോസ്ഫിയർ. അപ്പോൾ അതിൻ്റെ സറൗണ്ടിങ്സിൽ വരുന്ന വ്യത്യാസം സ്വാഭാവികമായിട്ടും എന്തിനേയും ബാധിക്കും? നമ്മുടെ കാര്യങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തെയും അല്ലെങ്കിൽ ഭൂമിയിലേക്ക് എത്തുന്ന പല കാര്യങ്ങളെയും എന്ത് ചെയ്യും? ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എന്ത് ചെയ്യും? ബാധിക്കും. അതുകൊണ്ട് തന്നെ സൂര്യനെക്കുറിച്ച് പഠിക്കുക അല്ലേ എന്നുള്ള ലക്ഷ്യത്തോടു കൂടിയാണ് എന്ത് ചെയ്യുന്നത് സോളാർ ഒബ്സർവേറ്ററികൾ എന്ത് ചെയ്യുന്നത് സ്ഥാപിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ആൻഡ് ഇൻറ്റൻസ് സോളാർ സ്റ്റോംസ് ആൻഡ് സോളാർ ഫ്ലെയേഴ്സ് pose significant risk on the satellite operations, power grids and navigation system reliant on space-based technology. അതുപോലെ തന്നെ എന്താണ് ഇതെന്താണ് ഒരു സ്പേസ് ബേസ്ഡ് ടെക്നോളജിയാണ്. സാറ്റലൈറ്റ് ഓപ്പറേഷൻസ്, പവർ ഗ്രിഡ്സ് ഇതിനെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട് ഇവിടെ പഠിക്കുന്നതായിട്ട് കാണാൻ പറ്റും. ദ സോളാർ ഒബ്സർവേഷൻ ദ സയൻറ്റിസ്റ്റ് ക്യാൻ മോണിറ്റർ ദീസ് ഇവൻറ്റ്സ് ആൻഡ് പ്രെഡിക്റ്റ് മേജർ ഇവൻറ്റ്സ് ദാറ്റ് ക്യാൻ ഹാവ് ആൻ ഇമ്പാക്റ്റ് ഓൺ എർത്ത് അറ്റ്മോസ്ഫിയർ. അതുകൊണ്ട് തന്നെ ഇതിലൂടെയുള്ള പഠനത്തിലൂടെ എന്ത് ചെയ്യും? സൂര്യനിൽ എന്തൊക്കെ രീതിയിലുള്ള വ്യത്യാസങ്ങൾ വരുമെന്ന് പ്രൊഡിക്റ്റ് ചെയ്യാൻ ആൾക്ക് സാധിക്കും? സയൻറ്റിസ്റ്റുകൾക്ക് സാധിക്കും എന്നുള്ളതാണ്. ഇനി കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററിക്ക് പോവുകയാണെങ്കിൽ ഓക്കെ അതിൻ്റെ ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ എന്താണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആസ്ട്രോഫിസിക്സ് ആണ് എന്ത് ചെയ്യുന്നത് ഇതിൻ്റെ കംപ്ലീറ്റ് റണ്ണിങ്ങും കാര്യങ്ങളും നോക്കുന്നത്. 1899 എന്ത് ചെയ്യുന്നത് ഇത് സ്ഥാപിതമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ഇത് സദേൺ ടിപ്പ് ഓഫ് പളനി ഹിൽസിനാണ് എന്ത് ചെയ്യുന്നത് ഇത് സ്ഥിതി ചെയ്യുന്നത്. And apparent radial follow gas observed in the phenomena outer region of sunspots on the sun was the first detected at the observatory in January 1910. 1909 എന്ത് ചെയ്യുന്നത് ഇത്തരം ഒരു കണ്ടുപിടുത്തം ആദ്യമായിട്ട് എന്ത് ചെയ്യുന്നത് ഈ കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററിലൂടെ കണ്ടുപിടിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. ഇനി എന്താണ് ഇതിൻ്റെ എസ്റ്റാബ്ലിഷ്മെൻറ്റിനുള്ള കാരണം? എന്താണ് ദ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് കൊടൈക്കനാൽ സോളാർ ഒബ്സർവേറ്ററി KOSO in India was motivated by the need of understand the link between solar activity and monsoon. അതായത് എന്താണ് സോളാർ ആക്ടിവിറ്റി അതുപോലെ തന്നെ മൺസൂൺസിനെയും കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട് സൗത്ത് ഇന്ത്യയിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത് ഇത് സ്ഥാപിതമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് ദ ഡിവൈഡിങ് ദ ഗ്രേറ്റ് ഡ്രോട്ട് ഓഫ് 1875 and 1877 in India highlight the potential link between solar activity and seasonal rainfall patterns. അതായത് എന്താണ് 1875 മുതൽ 77 വരെയുള്ള ഡ്രോട്ടൊക്കെയാണ് ഇതിന് പ്രധാനമായും കാരണമായിട്ട് പറയുന്നത് അല്ലെങ്കിൽ സ്ഥാപിക്കാൻ കാരണമായിട്ട് പറയുന്നത്. ചൈനയെ കൂടാതെ എന്താണ് ഇന്ത്യയെ കൂടാതെ എന്താണ് ചൈന, ഈജിപ്ത്, മൊറോക്കോ, എത്തോപ്യ, സദേൺ ആഫ്രിക്ക, ബ്രസീൽ, കൊളംബിയ, വെനിസുല,
സഫേർഡ് കൺകറൻറ്റ് മൾട്ടി ഇയർ ഡ്രോട്ട്സ് ഡ്യൂറിങ് 76 to 78. അതുപോലെ തന്നെ എന്താണ് 1876 മുതൽ 78 വരെ ഇന്ത്യയിലല്ലാതെ ഈ രാജ്യങ്ങളിലൊക്കെ എന്താണ് ഇത്തരത്തിലുള്ള ഡ്രോട്ട് ഓൾറെഡി ഉണ്ടായിട്ടുണ്ട്. ദ ഫെമൈൻ കമ്മീഷൻ റെക്കമെൻഡഡ് എസ്റ്റാബ്ലിഷിംഗ് എ സോളാർ ഒബ്സർവേറ്ററി ഫോർ സിസ്റ്റമാറ്റിക് സോളാർ ഒബ്സർവേഷൻ അണ്ടർസ്റ്റാൻഡ് ദിസ് കണക്ഷൻ. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ആശയം ആദ്യമായിട്ട് കൊണ്ടുവരുന്ന ആരാണ്? ഫെമൈൻ കമ്മീഷൻ്റെ നിർദ്ദേശപ്രകാരമാണ്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്? സോളാർ ഒബ്സർവേറ്ററി സ്ഥാപിതമാവുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക. ആൻഡ് ചാൾസ് മിക്കിൾ സ്മിത്ത്, എ ഫിസിസ്റ്റ്, വാസ് entrusted with finding a suitable location. Kodaikanal in Tamil Nadu was chosen for the clear skies, low humidity and minimal fog. അങ്ങനെ എന്ത് ചെയ്യുന്നു? കൊടൈക്കനാലാണ് തിരഞ്ഞെടുക്കുന്നത്. കാരണം എന്താണ്? അവിടെ എന്താണ്? ക്ലിയർ സ്കൈസ് ആണ്, ഹ്യൂമിഡിറ്റി കുറവാണ്, അതുപോലെ തന്നെ എന്താണ് മിനിമൽ ഫോഗ് മാത്രമേ ഉള്ളൂ എന്നുള്ളതുകൊണ്ടാണ് പിന്നീട് നമ്മൾ ഇതിന് വേണ്ടിയിട്ട് ഏത് ലൊക്കേഷൻ തിരഞ്ഞെടുക്കുന്നത്? കൊടൈക്കനാൽ തിരഞ്ഞെടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ക്ലിയർ. ഇനി നമുക്ക് നെക്സ്റ്റ് കറണ്ട് അഫെയറിലേക്ക് പോകാം. എന്താണ് നെക്സ്റ്റ് കറണ്ട് അഫെയർ? നേപ്പാൾ മൂവ്സ് ടു റാറ്റിഫൈ ബിംസ്റ്റിക് ചാപ്റ്റർ. ഓക്കെ, നോക്കാം എന്താണ്. ദ പ്രസൻറ്റേഷൻ ഓഫ് ബേ ഓഫ് ബംഗാൾ ഇനിഷ്യേറ്റീവ് ഫോർ മൾട്ടി സെക്ടറൽ ടെക്നിക്കൽ എക്കോണമിക് കോർപ്പറേഷൻ ബിംസ്റ്റെക് character in the Federal Parliament of Nepal marks a significant steps towards regional cooperation and economic prosperity. ഇതൊരു കറണ്ട് അഫെയറായി വരാനുള്ള റീസൺ. ഓക്കെ, അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? ബിംസ്റ്റിക്. എന്താണ് ബിംസ്റ്റിക് എന്ന് പറയുന്നത്? എന്താണ്? ഒരു മൾട്ടി സെക്ടർ ടെക്നിക്കൽ ആൻഡ് എക്കോണമിക് കോർപ്പറേഷനാണ്. ഇത് എന്ത് ചെയ്യുന്നുണ്ട്? നേപ്പാളിൻ്റെ ഫെഡറൽ പാർലമെൻറ്റ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചർച്ച ചെയ്തിട്ടുണ്ട്. അതാണ് ഇതൊരു കറണ്ട് അഫെയറായി വരാനുള്ളൊരു കാരണം. ഇനി നമുക്ക് ബിംസ്റ്റിക്കിനെ കുറിച്ച് നോക്കാം. എന്താണ്? ദ ബിംസ്റ്റിക് ചാപ്റ്റർ വാസ് അഡോപ്റ്റഡ് ഡ്യൂറിങ് ദ 5th ബിംസ്റ്റിക് സബ്മിറ്റ് 2022. 5th ബിംസ്റ്റിക് സബ്മിറ്റിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരമൊരു ആശയം എന്ത് ചെയ്യുന്നത് വരുന്നത്. ഇതെന്താണ്? ഇറ്റ് ഈസ് എ ഫൗണ്ടേഷണൽ ഡോക്യുമെൻറ്റ് സെറ്റിംഗ് ഔട്ട് പ്രിൻസിപ്പൾസ് ആൻഡ് സ്ട്രക്ചേഴ്സ് ഫോർ ദ കോർപ്പറേഷൻ മെമ്പർ സ്റ്റേറ്റ്സ്. അതായത് മെമ്പർ സ്റ്റേറ്റ്സ് തമ്മിലുള്ള കോർപ്പറേഷൻ എങ്ങനെ വേണം, ആരൊക്കെയാണ് മെമ്പർ സ്റ്റേറ്റ് എന്നുള്ളതാണ് ഇതിൽ പറയുന്നത്. ഇതിൽ ബിസൈഡ്സ് നേപ്പാൾ, ദ അതർ 6 members ആർ കൺട്രീസ് ഓഫ് ബിംസ്റ്റിക് ഹാവ് ഓൾറെഡി എൻഡോർഡ് ദ ബിംസ്റ്റിക് ക്യാരക്ടർ. നേപ്പാൾ ഒഴിച്ച് വരുന്ന എല്ലാ രാജ്യങ്ങളും എന്ത് ചെയ്തിട്ടുണ്ട്? ഇത്തരം ക്യാരക്ടർ എന്ത് ചെയ്തിട്ടുണ്ട്? ഓൾറെഡി അംഗീകരിച്ചതാണ്. 1997 എന്ത് ചെയ്യുന്നത്? ഇത് സ്ഥാപിതമാവുന്നത്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം എന്താണ്? എക്കണോമിക്സ് പ്രോസ്പെരിറ്റി, സോഷ്യൽ പ്രോഗ്രസ്, സയൻറ്റിഫിക് അച്ചീവ്മെൻറ്റ്, പീസ്, സ്റ്റെബിലിറ്റി അമംഗ് കൺട്രീസ് ഇൻ ദ ബേ ഓഫ് ബംഗാൾ റീജിയൻ. ഇതൊക്കെയാണ് ഇതിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ഇറ്റ് ഈസ് ഇനിഷ്യലി നോൺ ആസ് ബിസ്റ്റെക്. അതായത് എന്താണ്? ബംഗ്ലാദേശ്, ഇന്ത്യ, ശ്രീലങ്ക, തായ്ലാൻഡ് എക്കോണമിക് കോർപ്പറേഷൻ എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്? അറിയപ്പെടുന്നത്. നിലവിൽ ഇതിലുള്ള രാജ്യങ്ങൾ ആരൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരൊക്കെയാണ്? ബംഗ്ലാദേശ്, ഭൂട്ടാൻ, ഇന്ത്യ, മ്യാൻമാർ, നേപ്പാൾ, ശ്രീലങ്ക, തായ്ലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളാണ് നിലവിലുള്ളത്. ആൻഡ് ഇന്ത്യ വ്യൂസ് ബിംസ്റ്റിക് ആസ് ദ ഇൻറ്റഗ്രൽ ടു ഇറ്റ്സ് ആക്ട് ഈസ്റ്റ് പോളിസി. ഇത് ആക്ട് ഈസ്റ്റ് പോളിസിയുടെ ഭാഗമായിട്ടാണ് ഇന്ത്യ കാണുന്നത്. ഓൾറെഡി ആക്ട് ഈസ്റ്റ് പോളിസി എന്താണെന്നാണ് ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്ത കാര്യമാണ് പ്രീവിയസ് വീക്സിൽ. അതുകൊണ്ട് തന്നെ ഇവിടെ എന്ത് ചെയ്യുന്നില്ല, നമ്മൾ വീണ്ടും ഡിസ്കസ് ചെയ്യുന്നില്ല. ഓക്കെ, ഇതാണ് ബിംസ്റ്റിക്. നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു ആരൊക്കെയാണ് ഉള്ളത് എന്നൊക്കെ എന്ത് ചെയ്തു? ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, ഇതിൻ്റെ ഫസ്റ്റ് സബ്മിറ്റ് എവിടെ നടന്നു വെച്ച് കഴിഞ്ഞാൽ എവിടെയാണ്? തായ്ലാൻഡിലാണ്. നിലവിൽ കറണ്ട് ചെയറും എവിടെയാണ്? തായ്ലാൻഡിലാണ് എന്നുള്ള എന്താണ് പ്രത്യേകതയാണ്. ഓക്കെ, ഇനി നിലവിൽ എത്രയാണ്? 7 member കൺട്രീസാണ് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആരൊക്കെയാണ്? തായ്ലാൻഡ് ഉണ്ട്, ബംഗ്ലാദേശ് ഉണ്ട്, മ്യാൻമാർ ഉണ്ട്, ഭൂട്ടാൻ, നേപ്പാൾ, ഇന്ത്യ, ശ്രീലങ്ക, അങ്ങനെ 7 member കൺട്രീസാണ് എന്താ ഇതിലുള്ളതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ പറ്റുക. നേരത്തെ പറഞ്ഞ പോലെ 1997 ബാങ്കോക്ക് ഡിക്ലറേഷനിലാണ് ഇത് സ്ഥാപിതമാവുന്നത്. ഏകദേശം 22% വേൾഡ് പോപ്പുലേഷനും 2.7 trillion കമ്പൈൻഡ് GDP ഉണ്ട്. അതുപോലെ തന്നെ 1/4 ഓഫ് ദ വേൾഡ് ട്രേഡഡ് ഗുഡ്സ് അക്രോസ് ബേ എവറി ഇയർ. ഓക്കെ, ഏകദേശം 1/4 ട്രേഡ് ഇതിലൂടെയാണ് നടക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ഇതിൻ്റെ പ്രത്യേകതയാണ്. അപ്പോൾ ഇത്തരം ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻസ് എന്ത് ചെയ്യണം? ന്യൂസിൽ വരുന്ന സമയത്ത് എന്ത് ചെയ്യണം? ആ ഓർഗനൈസേഷൻസിനെ കുറിച്ച് എന്ത് ചെയ്യണം? നമ്മൾ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അതെന്താണ് സ്ഥാപിതമായി തുടങ്ങിയ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? നമ്മൾ നോട്ട് ചെയ്ത് വെച്ചിരിക്കണം. നെക്സ്റ്റ് ഒന്നാണ് ഇത് ആൻറ്റി ഡംപിങ് പ്രോബ്. എന്താണ്? റീസെൻ്റ്ലി ഇന്ത്യ ഹാസ് ഇനീഷ്യേറ്റഡ് ആൻ ആൻറ്റി ഡംപിങ് പ്രോബ് ഇൻ ടു ഇമ്പോർട്ടൻ്റ് ഓഫ് ഇൻസോല്യൂബിൾ സൾഫർ യൂസ്ഡ് ഇൻ ദ റബ്ബർ ഇൻഡസ്ട്രി ഫ്രം ചൈന ആൻഡ് ജപ്പാൻ. ഇതാണ് ന്യൂസ് വരാനുള്ള കാരണം. എന്താണ് ഈ ആൻറ്റി ഡംപിങ് പ്രോബ് എന്ന് പറയുന്നത്? ഡയറക്ടറേറ്റ് ഓഫ് ജനറൽ ട്രേഡ് റെമഡീസ് DGTR is the apex national authority under the Ministry of Commerce and Industry Administrating.
അതായത് എന്താണ് മിനിസ്ട്രി ഓഫ് കൊമേഴ്സ് ആൻഡ് ഇൻഡസ്ട്രി അഡ്മിനിസ്ട്രേറ്റിംഗിൻ്റെ അണ്ടറിലാണ് ആര് വരുന്നത് DGTR വരുന്ന ഓൾ ട്രേഡ് റെമഡിയൽ മെഷേഴ്സ് ഇൻക്ലൂഡിങ് ആൻറ്റി ഡംപിങ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് ആൻഡ് സേഫ് ഗാർഡ് മെഷേഴ്സ്. ഇതിൽ ആണ് എന്ത് ചെയ്യുന്നത് എല്ലാ ട്രേഡ് മെഷേഴ്സ് കൊടുക്കുന്നത് ഏതൊക്കെയാണ് ഉദാഹരണമായിട്ട് ആൻറ്റി ഡംപിങ് അല്ലെങ്കിൽ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് സേഫ് ഗാർഡ് മെഷേഴ്സ് ഒക്കെ എന്താണ് ഇറ്റ് ഓഫേഴ്സ് അസിസ്റ്റൻസ് ടു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസ് ആൻഡ് എക്സ്പോർട്സ് ഇൻ ദ റെസ്പോണ്ടിങ് ടു ട്രേഡ് റെമഡി ഇൻവെസ്റ്റിഗേഷൻ ഇനിഷ്യേറ്റഡ് അഗെയിൻസ്റ്റ് ദം ബൈ ഫോറിൻ നാഷൻസ് ദെർബൈ പ്രൊവൈഡിങ് ട്രേഡ് ഡിഫൻസ് സപ്പോർട്ട്. ഓക്കെ എന്താണ് അതുപോലെ തന്നെ എന്താണ് ട്രേഡ് ഡിഫൻസ് സപ്പോർട്ടുകൾ അല്ലെങ്കിൽ അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത് ഇവർ മുന്നോട്ട് വയ്ക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് കാണാൻ പറ്റുക. നമുക്ക് നോക്കാം എന്താണ് WTO ഫ്രെയിം വർക്ക് ഓൺ ട്രേഡ് റെമഡീസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ ഇതിൻ്റെ ലീഗൽ ബേസിസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് ഗാട്ട് ആർട്ടിക്കിൾ ആണ് നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ എന്താണ് ഇതിൽ പറയുന്നൊരു കാര്യം എന്താണ് ഗാട്ട് അതുപോലെ തന്നെ ആർട്ടിക്കിൾ 19 പറയുന്ന കാര്യം എന്താണ് ക്രിയേറ്റ് ബ്രീത്തിങ് റൂം ഫോർ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി സ്ട്രഗ്ലിംഗ് വിത്ത് ദ ഇൻക്രീസിങ് ഇമ്പോർട്ട്. അതുപോലെ തന്നെ എന്ത് ഒരു ബ്രീത്തിങ് റൂം ഉണ്ടാക്കുക ഇതിന് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രീസിന് അതായത് എന്ത് ചെയ്യാൻ അവരുടെ ട്രേഡ് ഒന്നും കൂടി സുഗമാക്കാൻ ശ്രമിക്കുക. മോസ്റ്റ് ഫേവേർഡ് നാഷൻസ് ബേസ്ഡ് ഇമ്പോർട്ട് റെസ്ട്രിക്ഷൻസ് കൊണ്ടുവരിക. നോ അലിഗേഷൻസ് അബൌട്ട് അൺഫെയർ ട്രേഡ് എന്നുള്ള കാര്യമാണ്. ഇനി ഇതിൻ്റെ മെഷേഴ്സ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ് സപ്ലിമെൻ്ററി താരിഫ് ബിയോണ്ട് ബൗണ്ട് MFN റേറ്റ്സ്. നമുക്കറിയാം MFN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് മോസ്റ്റ് ഫേവേർഡ് നാഷൻ സ്റ്റാറ്റസ് ആണ്. അതുപോലെ തന്നെ ഇമ്പോർട്ട് മസ്റ്റ് ബി റൈസിങ് ഇമ്പോർട്ട്സ് കൂട്ടുക ആൻഡ് ഇമ്പോർട്ട്സ് ആർ കോസിങ് സീരിയസ് ഇഞ്ചുറി ടു ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. അതുപോലെ തന്നെ ഇമ്പോർട്ട്സ് ഒരിക്കലും എന്ത് ചെയ്യരുത് ഏത് രാജ്യമാണോ ഇമ്പോർട്ട് ചെയ്യുന്നത് ആ രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രിയെ ബാധിക്കരുത് എന്നാണ് ക്രൈറ്റീരിയ. ഇനി ഗാട്ട് ആർട്ടിക്കിൾ 6 എന്താണ് പറയുന്നത് ഇത് എഗ്രിമെൻ്റ് ഓൺ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് ആർട്ടിക്കിൾ 6 ആണ്. ഇതെന്താണ് പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഫ്രം ഇമ്പോർട്ട് സോൾഡ് അറ്റ് ലെസ് ദാൻ ദ നോർമൽ വാല്യൂ ഓഫ് പ്രൊഡക്റ്റ്. അതായത് എന്താണ് MFN പ്രിൻസിപ്പിൾ തന്നെയാണ് ഇതും വർക്ക് ചെയ്യുന്നത്. അതായത് എന്ത് ചെയ്യുക നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇമ്പോർട്ട്സ് ഒരിക്കലും എന്തിനെ മീൻസ് ഇമ്പോർട്ട് എന്ന് പറയുന്ന ആ രാജ്യത്തിൻ്റെ ഡൊമസ്റ്റിക് കൺട്രിയെ തകർക്കരുത് എന്നുള്ളതാണ്. ആൻഡ് ഇറ്റ്സ് അബൌട്ട് ദ അൺഫെയർ പ്രൈസിങ് പ്രാക്ടീസ് ഓഫ് ഇൻഡിവിജ്വൽ ഫേംസ്. അതുപോലെ തന്നെ ഇൻഡിവിജ്വൽ ഫേംസിൻ്റെ അൺഫെയർ പ്രാക്ടീസിനെതിരെയാണ് എന്ത് ചെയ്യുന്നത് ഇത് പ്രവർത്തിക്കുന്നത്. ആൻഡ് സപ്ലിമെൻ്ററി താരിഫ് ബിയോണ്ട് ബൗണ്ട് MFN റേറ്റ്സ് ടാർഗറ്റ് അറ്റ് എ പർട്ടിക്കുലർ ഫോറിൻ ഫേംസ് ബേസ്ഡ് ഓൺ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഇമ്പോർട്ട് പ്രൈസ് ആൻഡ് നോർമൽ വാല്യൂ. അതുപോലെ തന്നെ എന്താണ് ഇമ്പോർട്ട് പ്രൈസ് ആൻഡ് നോർമൽ വാല്യൂ തമ്മിലുള്ള ഡിഫറൻസ് ഒക്കെയാണ് ഇത് പ്രധാനമായിട്ടും നോക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക കാണാൻ സാധിക്കുക. ആൻഡ് ഡംപിങ് ദ പ്രൈസിങ് ബിലോ വൺ പ്രൊഡക്ഷൻ കോസ്റ്റ് മാർക്ക് പ്രൈസ്. അതുപോലെ ഇമ്പോർട്ട് ആർ കോസിങ് മെറ്റീരിയൽ ഇഞ്ചുറി ടു ദ ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയ ആയിട്ട് എന്ത് ചെയ്യുന്നത് പറയുന്നത്. ഇനി ആൻറ്റി ഡംപിങ് ഇപ്പോൾ നമ്മൾ നോക്കിയത് ആൻറ്റി ഡംപിങ് മെഷേഴ്സാണ്. ഇനി നമ്മൾ കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസിലേക്ക് പോകുകയാണെങ്കിൽ എന്താണ് കൗണ്ടർ വെയിലിംഗ് ഡ്യൂട്ടീസ് എന്ന് പറയുന്നത് WHO അഗ്രിമെൻ്റ് ഓൺ സബ്സിഡീസ് ആൻഡ് കൗണ്ടർ വെയിലിംഗ് മെഷേഴ്സ് ആണ്. അതായത് എന്ത് ചെയ്യാണ് ഇതിൻ്റെ ലക്ഷ്യം എന്താണ് പ്രൊട്ടക്ട് ഡൊമസ്റ്റിക് ഇൻഡസ്ട്രി ഫ്രം എഫക്ട്സ് ഓൺ അനദർ കൺട്രീസ് എക്സ്പോർട്ട് സബ്സിഡീസ് ആക്ഷൻസ് ആണ്. അതുപോലെ തന്നെ ഡിപ്പാച്ചർ ഫ്രം MFN പ്രിൻസിപ്പിളാണ്. ഇറ്റ്സ് അബൌട്ട് ദ അൺഫെയർ സബ്സിഡീസ് ആൻഡ് പ്രാക്ടീസസ് ഓഫ് ഗവൺമെൻറ്. അതുപോലെ തന്നെ എന്താണ് സപ്ലിമെൻ്ററി താരിഫ് ബിയോണ്ട് ബൗണ്ട് MFN റേറ്റ്സ് ബേസ്ഡ് ഓൺ ദി വാല്യൂ ഓഫ് ദി subsidy provided by the government of the exporting country. And criteria എന്താണ് specific subsidies financial contribution by foreign government that are exported. അതുപോലെ തന്നെ എന്താണ് imports are causing material injury to the domestic industry. ഇതൊക്കെയാണ് ഇതിൻ്റെ ക്രൈറ്റീരിയാസ് വരുന്നതായിട്ട് കാണാൻ പറ്റുക. നെക്സ്റ്റ് ന്യൂസ് ആണ് ഇത് ഷാലോ ഫേക്സ്. എന്താണ് ഷാലോ ഫേക്സ്? റീസെൻ്റ്ലി ദ വൈറൽ വീഡിയോ ഫീച്ചറിങ് US വൈസ് പ്രസിഡന്റ് കമല ഹാരിസ് മേക്കിംഗ് irritational remarks points towards the threat the society faces regarding shallow fakes. This is adoption marked the first time the assembly has addressed regulations rapidly evolving the field of AI, significant a significant milestone in the global governance. അതായത് ഇപ്പോൾ നമുക്കറിയാം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ ഒക്കെ ഭാഗമായിട്ട് എന്താണ് അല്ലെങ്കിൽ നമുക്കറിയാം ഇന്നത്തെ കാലത്ത് എന്ത് ചെയ്യണം ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളർന്നുകൊണ്ടേയിരിക്കുകയാണ് അല്ലേ. അതിൻ്റെ ഭാഗമായിട്ട് പല രീതിയിലുള്ള ഫേക്ക് വീഡിയോസ് അല്ലെങ്കിൽ പല രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ട്. ഓക്കെ അതിനെതിരെയുള്ളൊരു ന്യൂസാണ് എന്താണ് ഇപ്പോൾ കറണ്ട് അഫെയറിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ കമല ഹാരിസിൻ്റെ ഭാഗമായിട്ടാണ്. നമുക്ക് നോക്കാം എന്താണ് ഷാലോ ഫേക്സ് ഓർ ചീപ്പ് ഫേക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ആർ പിക്ചേഴ്സ് വീഡിയോസ് ആൻഡ് വോയിസ് ക്ലിപ്സ് ക്രിയേറ്റിംഗ് വിത്തൗട്ട് ദ ഹെൽപ്പ് ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ടെക്നോളജി ബട്ട് ബൈ എയ്തർ എഡിറ്റിംഗ് ഓർ യൂസിങ് അതർ സിമ്പിൾ സോഫ്റ്റ്വെയർ ടൂൾസ്. അതായത് എന്താണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ സഹായത്തോടെ അല്ലാതെ എന്ത് ചെയ്യുക
വീഡിയോസോ മറ്റു കാര്യങ്ങളൊക്കെ എഡിറ്റ് ചെയ്യുക സിമ്പിൾ സോഫ്റ്റ്വെയർസ് ഉപയോഗിച്ച്. ഡീപ് ഫേക്സ് ആർ സിസ്റ്റമാറ്റിക് മീഡിയ ദാറ്റ് യൂസ് AI ടു മാനിപ്പുലേറ്റ് ജനറേറ്റ് വിഷ്വൽസ് ആൻഡ് ഓഡിയോസ് കണ്ടന്റ് യൂഷ്വലി ഇൻറ്റർപ്രറ്റിംഗ് ദ ഡിസീവ് ഓർ മിസ്ലീഡ് സമ്മൺ. അതായത് എന്താണ്, അതേസമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡീപ്പ് ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ എക്സ് എന്നുള്ളൊരു പേഴ്സൺ ഉണ്ട്. ഈ എക്സ് എന്ന പേഴ്സൻ്റെ സമ്മതമില്ലാതെ തന്നെ ഇദ്ദേഹത്തിൻ്റെ ഫേസ് വെച്ചുകൊണ്ട് എന്ത് ചെയ്യുക, ഒരു വീഡിയോ അല്ലെങ്കിൽ എന്താണ് ഏതെങ്കിലും പിക്ചേഴ്സൊക്കെ എന്ത് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. അതാണ് ഡീപ്പ് ഫേക്ക്. ദീസ് ക്രിയേറ്റഡ് യൂസിങ് ടെക്നിക് കോൾഡ് ജനറേറ്റീവ് അഡ്വേഷണൽ നെറ്റ്വർക്ക്. അതായത് GANs ഉപയോഗിച്ചിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ക്രിയേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഓക്കെ, ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2024 പ്രകാരം ബൈ ദ വേൾഡ് എക്കോണമിക് ഫോറം WEF ആൾസോ ഹൈലൈറ്റിംഗ് AI പവേർഡ് മിസ്ഇൻഫോർമേഷൻ ആൻഡ് ഡിസ്ഇൻഫോർമേഷൻ ആസ് ദ മോസ്റ്റ് സെർവ് റിസ്ക് ഇൻ ദ നെക്സ്റ്റ് 2 years. അടുത്ത വർഷത്തേക്ക് 2 വർഷത്തേക്ക് ഏറ്റവും കൂടുതൽ റിസ്ക് എന്ന് പറയുന്നതാണ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് കാരണം ഉണ്ടാകുന്ന എന്താണ് മിസ്ഇൻഫോർമേഷനും അതുപോലെ തന്നെ ഡിസ്ഇൻഫോർമേഷനുമാണ് എന്നാണ് ആര് പറയുന്നത്, ഗ്ലോബൽ റിസ്ക് റിപ്പോർട്ട് 2024 പ്രകാരം ആര് പറയുന്നത്, വേൾഡ് എക്കോണമിക് ഫോറം എന്താണ് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഓക്കെ, എന്നാണ് വാട്ട് ആർ ദ ഡീപ്പ് ഫേക്സ് യൂസ്ഡ് ഫോർ. എന്തിനാണ് ഈ ഡീപ്പ് ഫേക്ക് ഉപയോഗിക്കുന്നത്? ഉദാഹരണമായിട്ട് ഇലക്ഷൻ മാനിപ്പുലേഷൻ ആവാം, സോഷ്യൽ എഞ്ചിനീയറിംഗ് ആവാം, അല്ലെങ്കിൽ ഓട്ടോമാറ്റഡ് ഡിസ്ഇൻഫോർമേഷൻ അറ്റാക്സ് ആവാം, ഐഡൻറ്റിറ്റി തെഫ്റ്റ് ആയിരിക്കാം, അല്ലെങ്കിൽ ഫൈനാൻഷ്യൽ ഫ്രോഡ് ആയിരിക്കാം, അല്ലെങ്കിൽ സ്കാംസ് ആൻഡ് ഹോക്സസ് ആയിരിക്കാം, അല്ലെങ്കിൽ സെലിബ്രിറ്റി പ്രോണോഗ്രാഫി. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് എന്ത് ഉപയോഗിക്കുന്നത്, ഡീപ്പ് ഫേക്സ് ഉപയോഗിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഓക്കെ, നെക്സ്റ്റ് വണ്ണാണ് ഇത് സാറാഗ്. എന്താണ്, റീസെൻ്റ്ലി ദ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ WHO announced the launch of Sarhag, a digital health promoter prototype with enhanced empathetic response powered generative artificial intelligence. ആരാണ് സാറാഹ് എന്ന് പറയുന്നത്? എന്താണ്, ഇതൊരു ഡിജിറ്റൽ പ്രൊമോട്ടർ പ്രോട്ടോടൈപ്പ് വിത്ത് എൻഹാൻസ്ഡ് എംപതറ്റിക് റെസ്പോൺസ് പവേർഡ് ജനറേറ്റീവ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ആണ്. അതുമായി ബന്ധപ്പെട്ടാണ് ന്യൂസ് വന്നിരിക്കുന്നത്. എന്താണ് സാറാഹ് എന്ന് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? സ്മാർട്ട് AI റിസോഴ്സ് അസിസ്റ്റൻസ് ഫോർ ഹെൽത്ത് ആണ്. ഇതെന്ത് ചെയ്യുന്നുണ്ട്, ഏകദേശം 8 ലാംഗ്വേജസിലാണ് എന്ത് ചെയ്യുക, ഇതിൻ്റെ ഹെൽത്ത് ടോപ്പിക്സ് അവൈലബിൾ ആവുക. 24/7 എന്താണ്, ഈ ഡിവൈസ് ആക്സസിബിൾ ആണ്. ആൻഡ് ഇറ്റ്സ് പ്രൊവൈഡ്സ് ഇൻഫോർമേഷൻ ഓൺ മേജർ ഹെൽത്ത് ടോപ്പിക്സ്. മേജർ ഹെൽത്ത് ടോപ്പിക്സിലാണ് എന്ത് ചെയ്യുക, ഇത് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. ഉദാഹരണമായിട്ട് ഇൻക്ലൂഡിങ് ഹെൽത്തി ഹാബിറ്റ്, അതുപോലെ തന്നെ മെൻ്റൽ ഹാബിറ്റ്, അല്ലെങ്കിൽ എന്താണ് അതർ റിസ്ക് ഫാക്ടേഴ്സ് റിലേറ്റഡ് ടു ഓവറോൾ സൈക്കോളജിക്കൽ ഹെൽത്തിലൊക്കെയാണ് എന്ത് ചെയ്യുക, ഇത് ഇൻഫോർമേഷൻ പ്രൊവൈഡ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റാം. And it aims to empower individuals to optimize their health and well-being journey, serving as an additional to realize their right to health. അതുപോലെ തന്നെ എന്താണ്, റൈറ്റ് ടു ഹെൽത്തിൻ്റെ ഭാഗമായിട്ട് നമുക്കറിയാം അതൊരു മൗലികാവകാശം തന്നെയാണ്. അതിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുക, നമ്മുടെ ഹെൽത്ത് വെൽബീയിങ് ജേർണീസ് ഇൻഡിവിജ്വൽസ് ഇതിനെക്കുറിച്ചൊക്കെ പഠിക്കുകയാണ് ചെയ്യുന്നത്. ഇറ്റ് സപ്പോർട്ട് യൂസേഴ്സ് ഇൻ അണ്ടർസ്റ്റാൻഡിങ് റിസ്ക് ഫാക്ടേഴ്സ് ഫോർ ഡിസീസസ് ലൈക്ക് ക്യാൻസർ, ഹേർട്ട് ഡിസീസ്, ലങ് ഡിസീസ് ആൻഡ് ഡയബറ്റീസ്. ഇതൊക്കെ വരുന്നത് മുൻകൂട്ടി അറിയിക്കാനും അല്ലെങ്കിൽ തടയാനും എന്ത് ചെയ്യുന്നുണ്ട്, ഇത് സഹായിക്കുന്നുണ്ട്. ഇത്തരം ടെക്നോളജി സഹായിക്കുന്നുണ്ട് എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്, ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. നെക്സ്റ്റ് വണ്ണാണ് ഇത് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ റെഗുലേഷൻ. എന്താണ് ന്യൂസ്? ദ സുപ്രീം കോർട്ട് ലീഡ് ബൈ ദ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ. നമുക്കറിയാം നിലവിൽ ചീഫ് ജസ്റ്റിസ് ആരാണ്, DY ചന്ദ്രചൂഡാണ്. ഈസ് കറൻ്റ്ലി ഹിയറിംഗ് എ കേസ് വിത്ത് 9 ജഡ്ജസ് കോൺസ്റ്റിറ്റ്യൂഷൻ ബെഞ്ച്. അതായത് എന്താണ്, 9 ജഡ്ജസ് അടങ്ങുന്ന ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബെഞ്ച് ഇപ്പോൾ ഒരു കേസ് കേട്ടുകൊണ്ടിരിക്കുകയാണ്. എന്താണ്, ദ കേസ് പെറ്റീഷൻസ് ദ ക്വസ്റ്റ്യൻ ഓഫ് വെദർ സ്റ്റേറ്റ് ഹാവ് അതോറിറ്റി ടു റെഗുലേറ്റ് ഇമ്പോസ് എക്സൈസ് ഡ്യൂട്ടി ഓൺ ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ. അതായത് ഇൻഡസ്ട്രിയൽ ആൽക്കഹോളിൻ്റെ മുകളിൽ സ്റ്റേറ്റിന് എക്സൈസ് ഡ്യൂട്ടി റെഗുലേറ്റ് ചെയ്യാനോ ഇമ്പോസ് ചെയ്യാനോ ഒക്കെ സാധിക്കുമോ എന്നുള്ളതാണ് ആരുടെ മുന്നിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യം. സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയുടെ എന്താണ് മുന്നിൽ ചോദിച്ചിരിക്കുന്ന ചോദ്യമായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ കോൺസ്റ്റിറ്റ്യൂഷണൽ ഫ്രെയിം വർക്ക് നോക്കുകയാണെങ്കിൽ നമുക്കതാ നോക്കാനുള്ളത്. കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമായിട്ട് വരുന്ന കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ എന്താണ്, സ്റ്റേറ്റ് ലിസ്റ്റിൻ്റെ എൻട്രി 8ലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. സ്റ്റേറ്റ് ലിസ്റ്റ് അണ്ടർ ദ 7th ഷെഡ്യൂൾ ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിട്ടൈൻസ് ദ പവർ ഓഫ് സ്റ്റേറ്റ് ഗവൺമെൻറ് ടു ലെജിസ്ലേറ്റ് ഓൺ ദ പ്രൊഡക്ഷൻ ഓഫ് മാനുഫാക്ചറിങ് പൊസഷൻ ട്രാൻസ്പോർട്ട് പർച്ചേസ് ഓഫ് സെയിൽ ഓഫ് ഇൻടോക്സിക്കേഷൻ ലിക്കേഴ്സ്. ഇൻടോക്സിക്കേഷൻ ലിക്കേഴ്സുമായി ബന്ധപ്പെട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ് എന്ത് ചെയ്യാൻ പറ്റും, അതിൻ്റെ പ്രൊഡക്ഷൻ, മാനുഫാക്ചർ, പൊസഷൻ, ട്രാൻസ്പോർട്ട്, പർച്ചേസസ് തുടങ്ങിയവ ചെയ്യാൻ എന്താണ് പൂർണ്ണമായ അവകാശമുണ്ടായിരിക്കും.
അതേസമയം യൂണിയൻ ലിസ്റ്റ് എൻട്രി 52 പ്രകാരം എന്താണ്, കൺഫേഴ്സ് അപ്പോൺ പാർലമെന്റ് ദ അതോറിറ്റി ടു ലെജിസ്ലേറ്റ് ഓൺ ദ ഇൻഡസ്ട്രിയൽ ഡീംഡ് എക്സ്പിഡൻറ്റ് ദ പബ്ലിക് ഇൻട്രസ്റ്റ് ആണ്. അതായത് എന്താണ്, ഇൻഡസ്ട്രിയൽ ഡീംഡൊക്കെ ഇതിലാണ് വരുന്നത്, യൂണിയൻ ലിസ്റ്റാണ്. ആൻഡ് കൺകറൻറ്റ് ലിസ്റ്റ് എൻട്രി 33 എന്താണ് വരുന്നത്, അലൗസ് ബോത്ത് സ്റ്റേറ്റ് ആൻഡ് സെൻറ്റർ ടു ലെജിസ്ലേറ്റ് ഓൺ ഇൻഡസ്ട്രീസ് വിത്ത് കേവസ്റ്റ് ദാറ്റ് സ്റ്റേറ്റ് ലോ കൻ നോട്ട് കോൺട്രഡിക്റ്റ് സെൻട്രൽ ലോസ്. അതായത് എന്താണ്, സ്റ്റേറ്റ് ലോസ് സെൻട്രൽ ലോനെ കോൺട്രഡിക്റ്റ് ചെയ്യാത്ത രീതിയിൽ എന്ത് ചെയ്യാം, നിയമങ്ങൾ നിർമ്മിക്കാം എന്നുള്ളതാണ്. ആൻഡ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ ഫാൾസ് അണ്ടർ ദ ഇൻഡസ്ട്രീസ് ഡെവലപ്മെൻറ്റ് ആൻഡ് റെഗുലേഷൻ ആക്ട് 1951 അണ്ടറിലാണ് വരുന്നത്. വിച്ച് ലിസ്റ്റ് ഇറ്റ് ആസ് ദ സബ്ജക്റ്റ് ഓഫ് റെഗുലേഷൻ. ദിസ് ആക്ട് ഓഫ് പാർലമെൻറ്റ് പ്രൊവൈഡ്സ് ദ സെൻട്രൽ ഗവൺമെൻറ് വിച്ച് ദ പവർ ടു റെഗുലേറ്റ് ഇൻഡസ്ട്രിയൽ ആൽക്കഹോൾ. അതായത് എന്താണ്, ഇൻഡസ്ട്രിയൽ ആൽക്കഹോളുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ആർക്ക് മാത്രമേ തീരുമാനിക്കാൻ പറ്റൂ, പാർലമെൻറ്റ് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, തീരുമാനിക്കാൻ പറ്റുകയുള്ളൂ എന്നാണ്. ക്ലിയർ? ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നതായിട്ട് കാണാൻ പറ്റുക. അത്ര ഇമ്പോർട്ടൻ്റ് അല്ല, ജസ്റ്റ് ഏത് ലിസ്റ്റാണെന്നുള്ളത് മാത്രം എന്ത് ചെയ്താൽ മതി, നോക്കി വെച്ചാൽ മതി. നെക്സ്റ്റ് വൺ ആണ് ഇത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ അല്ലേ, അതായത് പൊതു താല്പര്യ ഹർജി എന്നൊക്കെ പറയാം. നമുക്ക് നോക്കാം. റീസെൻ്റ്ലി ദ മദ്രാസ് ഹൈക്കോർട്ട് പ്രിൻസിപ്പൽ സീറ്റ് ഹാസ് reinstated the Madurai bench authority to adjudicate on all types of public interest litigation, including the involving matters concerning the entries state rather than just 30 district within its territorial jurisdiction. ഇതുമായി ബന്ധപ്പെട്ട ന്യൂസ് വന്നിട്ടുണ്ട്. നമുക്ക് നോക്കാനുള്ള എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ആദ്യമായിട്ട് ഇത്തരമൊരു ആശയം വരുന്ന 1960കളിൽ USA എന്ത് ചെയ്യുന്നത്, ഇത്തരമൊരാശയം ആദ്യമായിട്ട് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇന്ത്യയിൽ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നത് ജുഡീഷ്യൽ ആക്ടിവിറ്റീസിൻ്റെ ഭാഗമാണ്. ഓക്കെ, ഇന്ത്യയിൽ എന്താണ് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് പറയുന്നതാണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്നുള്ള അതിൻ്റെ ഒരു പ്രൊഡക്റ്റാണ്. അതായത് എന്താണ് ജുഡീഷ്യൽ ആക്ടിവിസം എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല, ജുഡീഷ്യറി വളരെയധികം ആക്റ്റീവായി പ്രവർത്തിക്കുക. ഇനി ഇതിൻ്റെ പൈനിയേഴ്സ് ആരാണ്, ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുള്ള ആശയം കൊണ്ടുവന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ആൻഡ് ജസ്റ്റിസ് PN ഭഗവതി തുടങ്ങിയ 2 പേരാണ് ഏത് ആശയത്തിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത്, ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നുള്ള ആശയത്തിൻ്റെ മുന്നിൽ പ്രവർത്തിക്കുന്നത്. ദ ഇൻട്രൊഡക്ഷൻ ഓഫ് PIL ഇൻ ഇന്ത്യ വാസ് ഫെസിലിറ്റേറ്റഡ് ബൈ ദി റിലാക്സേഷൻ ഓഫ് ദി ട്രഡീഷണൽ റൂൾ ഓഫ് ലോക്കസ് സ്റ്റാൻഡൈ. ലോക്കസ് സ്റ്റാൻഡൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഇപ്പോൾ എനിക്കൊരു കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ കംപ്ലയിൻറ്റ് എനിക്ക് മാത്രമേ ഫയൽ ചെയ്യാൻ പറ്റുള്ളൂ, മറ്റൊരാൾക്ക് ഫയൽ ചെയ്യാൻ പറ്റില്ല. അതിനെ വിളിക്കുന്ന പേരാണ് ലോക്കസ് സ്റ്റാൻഡൈ. ഈ ലോക്കസ് സ്റ്റാൻഡൈ എന്നുള്ളതിന് റിലാക്സേഷൻ ആയിരുന്നു ഏത്, ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ. അതായത് അക്കോർഡിംഗ് ടു ദിസ് റൂൾ ഓൺലി ദാറ്റ് പേഴ്സൺ ഹൂസ് റൈറ്റ് ആർ ഇൻഫ്രിഞ്ച്ഡ് എലോൺ ക്യാൻ മൂവ് ദ കോർട്ട് ഫോർ ദ റെമഡീസ് വേർ ദ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ഈസ് എൻ എക്സെപ്ഷൻ ഓഫ് ദിസ് ട്രഡീഷണൽ റൂൾ. അതായത് എന്താണ്, ഇപ്പോൾ ഒരു നാട്ടിലൊരു പ്രശ്നമുണ്ടെങ്കിൽ ഒരാൾ വേണം കോടതിയെ സമീപിക്കാൻ. അതിൽ നിന്നൊരു വ്യത്യാസമാണ് ഏതെന്ന് വിളിക്കുന്നത്, ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്നതുകൊണ്ട് എന്ത് ചെയ്യുന്നത്, ഉദ്ദേശിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇതിനെ സുപ്രീം കോർട്ട് എങ്ങനെയാണ് ഡിഫൈൻ ചെയ്തിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയാണ്: എ ലീഗൽ ആക്ഷൻ ഇൻഡിഫൈനേറ്റഡ് ഇൻ എ കോർട്ട് ഓഫ് ലോ ഫോർ ദ എൻഫോഴ്സ്മെൻറ്റ് ഓഫ് പബ്ലിക് ഇൻട്രസ്റ്റ് ഓർ ജനറൽ ഇൻട്രസ്റ്റ് ഇൻ വിച്ച് എ പബ്ലിക് ഓർ ക്ലാസ് ഓഫ് കമ്മ്യൂണിറ്റി ഹാവ് peculiar interest of someone interest by which their legal rights and liabilities are affected. അതായത് എന്താണ്, ഒരാളുടെ ലീഗൽ റൈറ്റ്സിനെയോ ലയബിലിറ്റീസിനെയോ അഫക്റ്റ് ചെയ്യുന്ന രീതിയിൽ മാറിക്കഴിഞ്ഞാൽ ഒരു സമൂഹത്തിനോ ഒരു കൂട്ടം വ്യക്തികൾക്കോ എന്ത് ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു കേസ് ഫയൽ ചെയ്യാൻ സാധിക്കും, അല്ലെങ്കിൽ കോടതിക്ക് എടുക്കാൻ സാധിക്കും. ഇതിനെ വിളിക്കുന്ന പേരാണിത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്ന് വിളിക്കുന്നത്. ഓക്കെ, ഇനി ഇതിൻ്റെ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇത് ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടുള്ള ഒരു പബ്ലിക്കിന് വേണ്ടി തന്നെയാണ്. ഇതിൽ പ്രധാനമായിട്ടും വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് ബോണ്ടഡ് ലേബർ മാറ്റേഴ്സ്, അതുപോലെ തന്നെ നെഗ്ലക്റ്റഡ് ചിൽഡ്രൻ, നോൺ പേയ്മെൻറ്റ് ഓഫ് മിനിമം വേജസ് ടു വർക്കേഴ്സ് ആൻഡ് എക്സ്പ്ലോയിറ്റേഷൻ ഓഫ് കാഷ്വൽ വർക്കേഴ്സ്, അതുപോലെ തന്നെ അട്രോസിറ്റീസ് ഓൺ വുമൺ, അതുപോലെ തന്നെ എൻവയോൺമെൻറ്റൽ പൊല്യൂഷൻ ആൻഡ് ഡിസ്റ്റർബൻസസ് ഓഫ് ഇക്കോളജിക്കൽ ബാലൻസ്. ഇതൊക്കെയാണ് ഇതിൻ്റെ ഭാഗമായിട്ട് വരുന്നത് പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ്റെ ഭാഗമായിട്ട് എന്താണ് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എന്നുള്ളതാണ്. ഇനി 8ാമത്തെ ന്യൂസാണ് എന്താണ്, പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. അല്ലെ, നമുക്കറിയാം എന്താണ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞാൽ കരുതൽ തടങ്കലാണ്. ഇത് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ. നോക്കാം എന്താ ന്യൂസ്. റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് ഹാസ് ഹെൽഡ് ദാറ്റ് advisory boards under the preventive detention law should not behave like rubber stamping authorities for the ഗവൺമെൻറ്. അതായത് എന്ത് ചെയ്യരുത്,
ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസ് എന്ന് നോക്കുന്ന അതോറിറ്റീസ് എന്തായി മാറരുത്, റബ്ബർ സ്റ്റാമ്പിംഗ് അതോറിറ്റീസായി മാറരുത് ഗവൺമെൻറ്റിൻ്റെ എന്നുള്ളതാണ്. ഓക്കെ, ഇപ്പോൾ ഉദാഹരണമായിട്ട് എന്നെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ 3 മാസം വരെ മുൻകൂട്ടി ചോദ്യം ചെയ്യാതെ കോടതിയിൽ ചെല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും, ജയിലിൽ വയ്ക്കാൻ പറ്റും. പക്ഷേ 3 മാസം കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, അഡ്വൈസറി ബോർഡ്സ് എന്ത് ചെയ്യണം, എന്നെ അംഗീകരിക്കണം. അതായത് വീണ്ടും അടുത്ത 3 മാസം ജയിലിൽ വെക്കണമെങ്കിൽ. പക്ഷേ ഗവൺമെൻറ് റബ്ബർ സ്റ്റാമ്പായിട്ട് അത് മാറരുത് എന്നുള്ളതാണ് ന്യൂസ്. ഇനി ഇതിലെന്താണ് ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ആർട്ടിക്കിൾ 22 മുതലാണ് എന്ത് ചെയ്യുന്നത്, അല്ലെങ്കിൽ 22-ലാണ് ഒരു വ്യക്തിയെ എങ്ങനെ അറസ്റ്റ് ചെയ്യണം എന്നൊക്കെ പറയുന്നത്. ഓക്കെ, ഇതിന് പ്രധാനമായിട്ടും 2 ഭാഗങ്ങളാണുള്ളത്. ഫസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, ഓർഡിനറി ലോയിനെ കുറിച്ചും സെക്കൻഡ് പാർട്ട് എന്ന് പറയുന്നത് എന്താണ്, പ്രിവെൻറ്റീവ് ഡിറ്റൻഷനെ കുറിച്ചുമാണ് പറയുന്നത്. നമുക്കിതിൽ ഇമ്പോർട്ടൻ്റ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷനാണ് കരുതൽ തടങ്കൽ. ആൻഡ് ദ ആർട്ടിക്കിൾ മേക്സ് ഇറ്റ് മാൻഡേറ്ററി ഫോർ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ലോസ് ടു ഫോം അഡ്വൈസറി ബോർഡ്സ് കൺസിഡറേഷൻ എ പേഴ്സൺ ക്വാളിഫൈഡ് ടു ബി ഹൈക്കോർട്ട് ജഡ്ജസ്. അതായത് ഹൈക്കോർട്ട് ജഡ്ജസ് ആവാൻ ക്വാളിഫൈഡായ വ്യക്തികളാണ് എന്ത് ചെയ്യുന്നത്, ഇതിൻ്റെ അഡ്വൈസറി ബോർഡ്സിൽ ഇരിക്കുന്നത്. അണ്ടർ ഡിഫറെൻറ്റ് ലോസ് റിവ്യൂ ബോർഡ്സ് മസ്റ്റ് അസസ് ഡിറ്റൻഷൻ ഓർഡേഴ്സ് എവറി 3 months. ഓരോ 3 മാസം കൂടുമ്പോഴും എന്ത് ചെയ്യണം, ഇവർ ഇത്തരം കാര്യങ്ങൾ എന്ത് ചെയ്യണം, നോക്കിയിരിക്കണം. അതായത് എന്താണ്, പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ജയിലിൽ കിടക്കേണ്ട വ്യക്തിയാണോ അല്ലയോ എന്നുള്ളതൊക്കെ എന്ത് ചെയ്യണം, ഇവർ കൺഫേം ചെയ്തിരിക്കണം. അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റണം, പുറത്ത് വിടാൻ പറയണം. തുടങ്ങിയ കാര്യങ്ങളാണ് ഇതിൽ പറയുന്നത്, ആർട്ടിക്കിൾ 22-ൽ പറയുന്നത്. ഓക്കെ, ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷനുമായി ബന്ധപ്പെട്ട് 2 കേസുകളാണ് പ്രധാനമായിട്ടും സുപ്രീം കോടതിയിൽ നടന്നിട്ടുള്ളത്. ഒന്നാണ് അമീന ബീഗം കേസ് എന്ന് പറയുന്നത്, 2023-ൽ നടന്ന കേസാണ്. ഇതിലെന്താണ് പറയുന്നത്, ദ സുപ്രീം കോർട്ട് ഹെൽഡ് ദാറ്റ് ദ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഈസ് ആൻ എക്സെപ്ഷണൽ മെഷേഴ്സ് മീൻഡ് ബൈ എമർജൻസി സിറ്റുവേഷൻ ആൻഡ് ഷുഡ് നോട്ട് ബി യൂസ്ഡ് റോട്ടൺലി. അതായത് ഇത് എപ്പോഴും ഉപയോഗിക്കേണ്ട ഒന്നല്ല. ഈ പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ എന്ന് പറയുന്നത് എന്താണ്, എപ്പോഴും ഉപയോഗിക്കേണ്ടതല്ല, മറിച്ച് എമർജൻസി ആക്ഷൻസിൻ്റെ ഭാഗമായിട്ട് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റൂ, ഇത്തരം മെഷേഴ്സ് ഉപയോഗിക്കാൻ പാടൂ എന്നാണ് ആര് പറയുന്നത്, സുപ്രീം കോടതി പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് അങ്കുൽ ചന്ദ്ര പ്രധാൻ കേസ് 1997, ഈ കേസിൽ എന്താണ് പറയുന്നത്, ദിസ് കേസ് എംഫസൈസ്ഡ് ദാറ്റ് ദ പർപ്പസ് ഓഫ് പ്രിവെൻറ്റീവ് ഡിറ്റൻഷൻ ഈസ് ടു പ്രിവെൻറ്റ് ഹാം ടു സെക്യൂരിറ്റി ഓഫ് ദ സ്റ്റേറ്റ് റാദർ ദാൻ ടു ഇമ്പോസ് പണിഷ്മെൻറ്റ്. അതായത് എന്താണ്, ഒരു വ്യക്തി ഒരു സ്റ്റേറ്റിന് എന്താണ് സെക്യൂരിറ്റി ഇഷ്യൂ ഉണ്ടാക്കുന്നു എന്ന് തോന്നുമ്പോൾ മാത്രമേ എന്ത് ചെയ്യാൻ പാടൂ, അറസ്റ്റ് ചെയ്യാൻ പാടുള്ളൂ എന്നും എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ സാധിക്കും എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വണ്ണാണ് എന്താ, റെസ്ട്രിക്ഷൻസ് ഓഫ് പിൽഗ്രിമേജ് വിസിറ്റിംഗ് അഹോബിലം ഷ്രൈൻ ആണ്. എന്താണ്, റീസെൻ്റ്ലി സെവറൽ റെസ്ട്രിക്ഷൻ ഹാവ് ബീൻ ഇമ്പോസ്ഡ് ദ വിസിറ്റേഴ്സ് ഓഫ് അഹോബിലം ടെമ്പിൾ കോംപ്ലക്സ് വിച്ച് ഈസ് ലൊക്കേറ്റഡ് വിത്തിൻ ദ നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവ്സ്. അതായത് എന്താണ്, നിലവിൽ നാഗാർജുന സാഗർ ശ്രീശൈലം ടൈഗർ റിസർവിൽ ചെയ്യുന്ന അഹോബിലം ടെമ്പിൾ കോംപ്ലക്സിലേക്കുള്ള പിൽഗ്രിമേജ് വിസിറ്റുകളാണ് ഗവൺമെൻറ് തടഞ്ഞിരിക്കുന്നത്. ഇതിൽ ചില റെസ്ട്രിക്ഷൻസ് ഉണ്ട്. എന്തിൻ്റെ ഭാഗമായിട്ടാണ്, ദ റെസ്പോൺസ് ടു സെർവ് ദ ഹീറ്റ് വേവ് ആൻഡ് പ്രൊട്ടക്ട് വൈൽഡ് ലൈഫ് റെസ്ട്രിക്ഷൻസ് ആർ ഇൻ പ്ലേസ്, including a ban on plastic items at Cheetah Base Camp, no overnight stay due to the potential human-animal conflict, and a prohibition on animal sacrifice at the shrine. അതായത് എന്താണ്, ഉദാഹരണമായിട്ട് ഹീറ്റ് വേവ് ആൻഡ് ടു പ്രൊട്ടക്ട് വൈൽഡ് ലൈഫിൻ്റെ ഭാഗമായിട്ടാണ് എന്താണ്, ഉദാഹരണമായിട്ട് പ്ലാസ്റ്റിക് കവറുകൾ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് സാധനങ്ങൾ ഇടാൻ പാടില്ല, നൈറ്റ് സ്റ്റേ ചെയ്യാൻ പാടില്ല തുടങ്ങിയ നിയമങ്ങളാണ് കൊണ്ടുവന്നിട്ടുള്ളത്. The nearby Nallamala forest area is the home to red sanders, leopards and deer. Tigers also inhabit the area. ഇവിടെ അതുപോലെ തന്നെ അടുത്തുള്ള നല്ലമല ഫോറസ്റ്റിൽ എന്ത് ചെയ്യുന്നുണ്ട്, അവിടെ എന്താണ് റെഡ് സാൻഡേഴ്സ്, അതുപോലെ തന്നെ ലിയോപാർഡ്സ്, ഡിയേഴ്സ്, ടൈഗേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഇൻഹാബിറ്റ് ചെയ്യുന്ന ഏരിയയാണ്. ഇനി ദ അലോഹളം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി NTCA കോൺസ്റ്റിറ്റ്യൂട്ടഡ് ആസ് പെർ ദ പ്രൊവിഷൻസ് ഓഫ് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972. അതായത് വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972-ൻ്റെ ഭാഗമായിട്ടാണ് എന്ത് വരുന്നത്, അഹോബിലം നാഷണൽ ടൈഗർ കൺസർവേഷൻ അതോറിറ്റി വരുന്നത്. ഇത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്, മിനിസ്ട്രി ഓഫ് ഫോറസ്റ്റ് എൻവയോൺമെൻറ്റ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ അണ്ടറിലാണ് ഇത് വരുന്നത്. അതുപോലെ തന്നെ ഓവർസീസ് ദ ഫ്ലോറ ആൻഡ് ഫോണ സ്പെസിഫിക് ടു ദി റീജിയൻ. അതുപോലെ തന്നെ ഫ്ലോറ ഫോണൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ റീജിയനിലുണ്ട്. അതുപോലെ തന്നെ അഹോബിലം ടെമ്പിൾ കോംപ്ലക്സ് എന്ന് പറയുന്നത് എന്താണ്, 9 ഷ്രൈൻസ് ചേർന്നാണ്. ഉദാഹരണമായിട്ട് ലോർഡ് നരസിംഹ ഇവിടെയാണ് സിറ്റുവേറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. അതുപോലെ തന്നെ 9 ഷ്രൈൻസും എന്ത് ചെയ്യാൻ പറ്റും, ഇവിടെ കാണാൻ പറ്റുമെന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. അതുപോലെ തന്നെ ദർ ഈസ് എ ടെമ്പിൾ വർഷ വർദ്ധാൻ ഇൻ ദ ഫുട്ട് ഹിൽസ് ഓഫ് ദിസ് മൗണ്ടൻ എന്നുള്ളത്
ഇതിൻ്റെ പ്രത്യേകതയാണ് എന്നുള്ളതാണ്. ക്ലിയർ? നെക്സ്റ്റ് വണ്ണാണ് ഇത് പ്രൊജക്ട് അഗസ്ത്യർ. എന്താണ് പ്രൊജക്ട് അഗസ്ത്യർ? ദ ഇന്ത്യൻ ആർമി ഇനിഷ്യേറ്റഡ് ദ ഇംപ്ലിമെൻറ്റേഷൻ ഓഫ് കൺട്രോൾ ആൻഡ് റിപ്പോർട്ടിംഗ് സിസ്റ്റം ആസ് പെർ ദ പ്രൊജക്ട് അഗസ്ത്യർ, എ സ്ട്രാറ്റജിക് മൂവ്മെൻറ്റ് എയിംഡ് ബ്ലോസ്റ്ററിംഗ് ദ എയർ ഡിഫൻസ് ക്യാപ്പബിലിറ്റീസ്. നമുക്ക് നോക്കാം എന്താണ് ഉദ്ദേശിക്കുന്നത്. ഇതാരാണ് ഡെവലപ്പ് ചെയ്ത് വെച്ചെങ്കിൽ എന്താണ്, ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് ആണ് എന്ത് ചെയ്യുന്നത്, ഇത് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഡിഫൻസ് മെക്കാനിക്സിൻ്റെ ഭാഗമായിട്ട് BL എന്ന് പറയുന്നത് എന്താണ്, ഒരു നവരത്ന PSU ആണ്, അതായത് പബ്ലിക് സെക്ടർ യൂണിറ്റ് ആണ്. ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്, മിനിസ്ട്രി ഓഫ് ഡിഫൻസിൻ്റെ അണ്ടറിലാണ് വരുന്നത്. അഗസ്ത്യർ എന്ന് പറയുന്ന ഒരു പ്രൊജക്റ്റാണ്. എന്താണ്, വേറെ ഒന്നല്ല, പൈനിയറിംഗ് എഫേർട്ട് ടു ഓട്ടോമേറ്റ് എയർ ഡിഫൻസ് കൺട്രോൾ റിപ്പോർട്ടിംഗ് പ്രോസസ് ത്രൂ ഡിജിറ്റലൈസേഷൻ പ്രൊമോട്ടിംഗ് സ്ട്രീം ലൈൻഡ് അപ്രോച്ച് ടു ദി കോംപ്ലക്സ് ഓപ്പറേഷൻസ്. ഇത്രയേ ഉള്ളൂ. എന്താണ്, ഇതൊരു ഓട്ടോമൊബൈൽ എയർ ഡിഫൻസ് മെക്കാനിസമാണ്. അതുപോലെ തന്നെ എന്താണ്, ഡിജിറ്റലൈസേഷൻ, പ്രോമിസിങ് സ്ട്രീംഡ് അപ്രോച്ച് ടു ദി കോംപ്ലക്സ് ഓപ്പറേഷൻസ് ഒക്കെയാണ് ഏത് നോക്കുന്നത്, ഓപ്പറേഷൻ അഗസ്ത്യർ നോക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ഇത് ജസ്റ്റ് ആ ഓപ്പറേഷൻസ് പേര് മാത്രം പഠിച്ചു വെച്ചാൽ മതി, അല്ലാണ്ട് കൂടുതൽ ഡീറ്റെയിൽസ് എന്ത് ചെയ്യുന്ന ആവശ്യമില്ല, ഇവിടെ നിന്ന് നോക്കേണ്ട ആവശ്യമില്ല. നെക്സ്റ്റ് വണ്ണാണ് ഇത് യോഗ മഹോത്സവ്. റീസെൻ്റ്ലി the Yoga Mahotsav was held on celebration 75-day countdown to the International Day of Yoga in Pune. ഇതാണ് ന്യൂസിൽ വരാനുള്ള കാരണം. The participant performed a common yoga protocol CYP in complete rhythm and harmony with the measuring outcome. It was organized by Ministry of Ayush, Government of India. എന്താണ്, ഇതിലൊരുപാട് യോഗ പ്രോട്ടോകോൾസ് റിതം ഒക്കെ ഉണ്ട്. ഇതാരാണ് ഓർഗനൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മിനിസ്ട്രി ഓഫ് ആയുഷ് ആണ് എന്ത് ചെയ്യുന്നത്, ഓർഗനൈസ് ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്താണ് ഇൻ്റർനാഷണൽ ഡേ ഓഫ് യോഗ? യുണൈറ്റഡ് നേഷൻസ് ആണ് എന്ത് ചെയ്യുന്നത്, 21 ജൂൺ എന്താണ് ഇൻ്റർനാഷണൽ യോഗ ഡേ ആയിട്ട് 2014 ഡിക്ലെയർ ചെയ്യുന്നത്. ഇനി എന്താണ് 21 ജൂണിൻ്റെ പ്രത്യേകത എന്താണ്, ദ ലോങ്ങസ്റ്റ് ഡേ ഓഫ് ദ ഇയർ ഇൻ ദ നോർത്തേൺ ഹെമിസ്ഫിയർ ഹാവിങ് സ്പെഷ്യൽ സിഗ്നിഫിക്കൻസ് ഇൻ ദ മെനി പാർട്സ് ഓഫ് ദ വേൾഡ്. എന്താണ്, ഇത് ലോങ്ങസ്റ്റ് ഡേ ആണ് എവിടെ, നോർത്തേൺ ഹെമിസ്ഫിയറിൽ. അതുപോലെ ഇതിന് ഒരുപാട് സിഗ്നിഫിക്കൻസ് ഉണ്ട്. ഇനി ഫസ്റ്റ് ഇൻ്റർനാഷണൽ യോഗ ഡേ സെലിബ്രേഷൻ ആരാണ് ഓർഗനൈസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആരാണ്, രാജ്പത്തിലാണ്, ഇൻ ന്യൂഡൽഹിയിലാണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇപ്പോൾ 21 ജൂൺ 2015 ആണ് സെലിബ്രേറ്റ് ചെയ്യുന്നത്. നമുക്കറിയാം യോഗ എന്ന് പറയുന്നത് എന്താണ്, ഒരു ആൻഷ്യൻ ഫിസിക്കൽ, മെൻ്റൽ ആൻഡ് സ്പിരിച്വൽ പ്രാക്ടീസസ് ആണ് ഇന്ത്യയിൽ ഉള്ളത്. ഇനി യോഗ എന്നുള്ള വേർഡ് എവിടെ നിന്നാണ് ഡിറൈവ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ എവിടെ നിന്നാണ്, സംസ്കൃതത്തിൽ നിന്നാണ് എന്ത് ചെയ്യുന്നത്, ഡിറൈവ് ചെയ്യുന്നത്. ഇതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ടു ജോയിൻ ഓർ ടു യുണൈറ്റ്, സിംബലൈസിങ് ദ യൂണിയൻ ഓഫ് ബോഡി ആൻഡ് കോൺഷ്യസ്നെസ് എന്നുള്ളതാണ് ഇതിൻ്റെ ഫുൾ ഫോം. അതുപോലെ തന്നെ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മെൻഷൻ യോഗ ആസ് മീൻസ് ടു ഇംപ്രൂവ് ഹെൽത്ത് ഇൻ ദ ഗ്ലോബൽ ആക്ഷൻ പ്ലാൻ ഓർ ഫിസിക്കൽ ആക്ടിവിറ്റി. അതായത് 2018 മുതൽ 2030 വരെ എന്താണ്, ഗ്ലോബൽ ആക്ഷൻ പ്ലാനിൻ്റെ ഭാഗമായിട്ട് എന്താണ്, യോഗ എന്താണ്, ഇംപ്രൂവ് ഹെൽത്ത്, ഇംപ്രൂവ് ചെയ്യും എന്നീ കാര്യങ്ങളുള്ള മെസ്സേജ് ആരും കൊടുക്കുന്നുണ്ട്, വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻസും കൊടുക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാൻ പറ്റും എന്നുള്ളതാണ്. ഇതതിൻ്റെ ജൂൺ 21 ഇമ്പോർട്ടൻസ് തരുന്നൊരു പിക്ചറാണ്. എന്തുകൊണ്ട് അവിടെ ലോങ്ങസ്റ്റ് ഡേ എന്നുള്ള ഇത് ഓൾറെഡി നമ്മൾ ജോഗ്രഫിയിൽ പഠിക്കുന്ന കാര്യമാണ്. ഓക്കെ, അധികം നമ്മൾ ഡീറ്റെയിൽ ആയി പോകുന്നില്ല. നെക്സ്റ്റ് വണ്ണാണ് ഇത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. എന്താണ് ഇത് ന്യൂസിൽ വരാനുള്ള കാരണം? ദ റീസെൻറ്റ് അറസ്റ്റ് ഓഫ് സെർവിങ് ചീഫ് മിനിസ്റ്റർ ഓൺ ദ കറപ്ഷൻ ചാർജസ് റൈസസ് ലീഗൽ, പൊളിറ്റിക്കൽ ആൻഡ് കോൺസ്റ്റിറ്റ്യൂഷണൽ കൺസേൺസ് ഓഫ് പോസസ് ക്വസ്റ്റ്യൻസ് അബൌട്ട് കണ്ടിൻജൻസി വിത്ത് ദ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എസ്പെഷ്യലി ഇൻ പാർലമെൻ്ററി ഡെമോക്രസി ലൈക്ക് ഇന്ത്യ. നമുക്കറിയാം എന്ത് ചെയ്തിരുന്നു, റീസെൻ്റ്ലി നമ്മൾ ചീഫ് മിനിസ്റ്റർ അല്ലെ കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട് വന്നൊരു ന്യൂസാണ്. പാർലമെൻ്ററി ഡെമോക്രസി ഉള്ള രാജ്യത്ത് എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുള്ളതാണ് ചോദ്യം. നമുക്ക് നോക്കാം എന്താണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്. ഇറ്റ് ഈസ് എ കൺസെപ്റ്റ് റെഫേഴ്സ് ടു ദി പ്രിൻസിപ്പിൾസ് ആൻഡ് വാല്യൂസ് അണ്ടർലൈങ് കോൺസ്റ്റിറ്റ്യൂഷൻ ദാറ്റ് ഗൈഡ് ദ ആക്ഷൻസ് ഓഫ് ബോത്ത് ഗവൺമെൻറ് ആൻഡ് ദ സിറ്റിസണറി. ഗവൺമെൻറ്റിനെയും സിറ്റിസണറിയും ഒരേപോലെ എന്ത് ചെയ്യുക, പ്രിൻസിപ്പിൾസിൻ്റെയും വാല്യൂസിൻ്റെയും അടിസ്ഥാനത്തിൽ മനസ്സിലാക്കിക്കൊണ്ട് മുന്നോട്ട് പോവുക എന്നുള്ള ആശയമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി. ദ കൺസെപ്റ്റ് ഓഫ് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി വാസ് പ്രൊപ്പൗണ്ടഡ് ബൈ ബ്രിട്ടീഷ് ക്ലാസിക്കിസ്റ്റ് ജോർജ് ഗ്രോട്ട് ഇൻ 19th സെഞ്ച്വറി. അതായത് ബ്രിട്ടീഷ് ക്ലാസിക്കലിസ്റ്റിലായിരുന്ന ജോർജ് ഗ്രോട്ടാണ് എന്ത് ചെയ്യുന്നത് 19th സെഞ്ച്വറിയിൽ ഇത്തരം ഒരു ആശയം വരുന്നത്. ഹി ഡിസ്ക്രൈബ്ഡ് ആസ് CM ആസ് എ പാരാമൗണ്ട് റിസർവൻസ് ഫോർ ദ ഫോംസ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് അദ്ദേഹം ആരെ വിശേഷിപ്പിക്കുന്നത്, CMനെ വിശേഷിപ്പിക്കുന്നത്. ഇനി ഇന്ത്യയിൽ ഈ ടേം കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റി എന്നുള്ള ടേം ആദ്യമായി ഉപയോഗിച്ച ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, ഡോക്ടർ BR അംബേദ്കർ ആണ്. ഇനി എന്താണ് ഈ കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ പില്ലേഴ്സ് എന്ന് വിളിക്കുന്നത്? ഒന്ന് കോൺസ്റ്റിറ്റ്യൂഷണൽ വാല്യൂസ് ആണ്. അതായത് എന്താണ്, ഇപ്പോൾ ഇന്ത്യയിലാണെന്നുണ്ടെങ്കിൽ ഉദാഹരണമായിട്ട് എന്താണ്
ജസ്റ്റിസ്, അതുപോലെ തന്നെ ലിബർട്ടി, ഈക്വാളിറ്റി, ഫെർട്ടേണിറ്റി, സെക്കുലറിസം, ഡിഗ്നിറ്റി ഓഫ് ദി ഇൻഡിവിജ്വൽ എന്നീ ആശയങ്ങൾ എന്ത് ചെയ്യുക, ഉയർത്തിപ്പിടിക്കുക എന്നുള്ളതാണ്. പിന്നെ വരുന്ന എന്താണ്, റൂൾ ഓഫ് ലോ എന്നുള്ള ആശയമാണ്. എന്താണ് റൂൾ ഓഫ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എത്രയേ ഉള്ളൂ, ഉദാഹരണമായിട്ട് ഒരു രാജ്യം ഭരിക്കുന്ന ആരാണ്, നിയമമാണ്, അല്ലാണ്ട് രാജാവല്ല എന്നുള്ള ആശയമാണ്. ഓക്കെ, ഒരു രാജ്യത്തിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് വിളിക്കുന്ന ആരാണ്, നിയമമാണ്, അല്ലാതെ ഒരിക്കലും എന്തല്ല, അത് രാജാവല്ല എന്നുള്ള ആശയമാണ് ഇത് റൂൾ ഓഫ് ലോ എന്ന് വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഇത് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. എന്താണ് ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉദാഹരണമായിട്ട് എൻഷറിംഗ് ദ ഫങ്ഷണൽ ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സ് ഡെമോക്രസി വേർ സിറ്റിസൺസ് ഹാവ് റൈറ്റ് ടു പാർട്ടിസിപ്പേറ്റ് ഇൻ ഡിസിഷൻ മേക്കിംഗ് പ്രോസസ്സ്. അതായത് എന്താണ്, ഇപ്പം നമുക്ക് ഇഷ്ടമുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുത്ത് ഇന്ത്യൻ പാർലമെൻറ്റിലേക്ക് അയക്കുന്നത് അല്ലേ. അതായത് രാജ്യം ആര് ഭരിക്കണം എന്നുള്ളത് തീരുമാനിക്കുന്ന ആരും കൂടി ചേർന്നിട്ടാണ്, ജനങ്ങൾ കൂടി ചേർന്നിട്ടാണ്. അതായത് ജനങ്ങൾ വോട്ട് ചെയ്യുന്ന ആളുകളാണ് എന്ത് ചെയ്യുന്നത്, പിന്നീട് രാജ്യം ഭരിക്കുന്നത് അല്ലേ. അതിനെ വിളിക്കുന്ന പേരാണ് ഏത്, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ്. ഓക്കെ, അപ്പോൾ അതിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനെ എന്ത് പേരിലാണ് വിളിക്കുന്നത്, ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിൾസ് എന്നുള്ള പേരിലാണ് എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ആൻഡ് പിന്നെ വരുന്ന ഒരു ആശയമാണ് ഏത്, ഫണ്ടമെൻ്റൽ റൈറ്റ്സ്. എന്താണ് ഫണ്ടമെൻ്റൽ റൈറ്റ്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ റെസ്പെക്റ്റിംഗ് ആൻഡ് പ്രൊട്ടക്റ്റിംഗ് ദ ഫണ്ടമെൻ്റൽ റൈറ്റ്സ് ഗ്യാരണ്ടീഡ് ബൈ ദ കോൺസ്റ്റിറ്റ്യൂഷൻ. അതായത് എന്താണ്, നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് മൗലികാവകാശങ്ങൾ തരുന്നുണ്ട്. ഉദാഹരണമായിട്ട് റൈറ്റ് ടു ഈക്വാലിറ്റി, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, റൈറ്റ് ടു ലൈഫ് ആൻഡ് പേഴ്സണൽ ലിബർട്ടി, ഇങ്ങനെ തുടങ്ങിയ മൗലികാവകാശങ്ങൾ അത് സംരക്ഷിക്കുക എന്നുള്ള എന്താണ്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ എന്താണ് ഭാഗമാണ്. അതുപോലെ തന്നെ എന്താണ്, സെപ്പറേഷൻ ഓഫ് പവേഴ്സ് അല്ലേ. അധികാരങ്ങളെ നമ്മൾ പ്രധാനമായിട്ടും എന്ത് ചെയ്യുന്നുണ്ട്, മൂന്നായി തരംതിരിക്കുന്നുണ്ട്, 3 ബ്രാഞ്ചുകളായി തരംതിരിക്കുന്നത്. ഏതൊക്കെയാണ്, ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യൽ ബ്രാഞ്ചസ്. ഉദാഹരണമായിട്ട് ഇപ്പോൾ ലെജിസ്ലേച്ചർ ആണെന്നുണ്ടെങ്കിൽ ലെജിസ്ലേച്ചറിൻ്റെ ജോലി എന്താണ്, നിയമനിർമ്മാണമാണ് ആരുടെ ജോലി എന്ന് വിളിക്കുന്നത്, ലെജിസ്ലേച്ചറിൻ്റെ ജോലി. എക്സിക്യൂട്ടീവിൻ്റെ ജോലി എന്ന് പറയുന്നത് എന്താണ്, അത് നടപ്പിലാക്കുക എന്നുള്ളതാണ്. അതുപോലെ തന്നെ ജുഡീഷ്യറുടെ അധികാരം എന്താണ്, ഈ നിയമങ്ങൾ കൃത്യമായി നടപ്പിലാക്കി കഴിഞ്ഞാൽ അത് ശരിയാണോ തെറ്റാണോ എന്ന് പരിശോധിക്കുക. അതിനെ തന്നെ നമ്മൾ വിളിക്കുന്ന മറ്റൊരു പേരാണ് ഏത്, ചെക്ക് ആൻഡ് ബാലൻസസ് എന്നുള്ള പേരിൽ എന്ത് ചെയ്യുന്നത്, വിളിക്കുന്നത്. പിന്നെ വരുന്നതാണ് ഏത്, കോൺസ്റ്റിറ്റ്യൂഷണൽ ഇൻ്റർപ്രിട്ടേഷൻ. അതായത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഏതൊക്കെ ആശയങ്ങളാണ് മുന്നോട്ട് വയ്ക്കുന്നത്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനെ ഇന്ത്യയിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, അത് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ജസ്റ്റിസ് റിട്ടയർഡ് പുട്ടുസ്വാമി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ കേസിൽ ചോദിച്ചൊരു ചോദ്യമുണ്ട്. എന്താണ് ആ ചോദ്യം, വെരി സിമ്പിൾ, റൈറ്റ് ടു പ്രൈവസി ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണോ അല്ലയോ എന്നുള്ളതാണ്. അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ ഭാഗമാണ് എന്ന് പറഞ്ഞ് സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യയാണ്, പക്ഷേ കോൺസ്റ്റിറ്റ്യൂഷൻ റൈറ്റ് ടു പ്രൈവസിയെക്കുറിച്ച് പറഞ്ഞിട്ടില്ല. അപ്പോൾ അത്തരം കോൺസ്റ്റിറ്റ്യൂഷനെ പല ആശയങ്ങൾ വെച്ച് ഇൻ്റർപ്രറ്റ് ചെയ്യൽ അത് കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ഭാഗമാണ്. പിന്നെ വരുന്നതാണ് ഏത്, എത്തിക്കൽ ഗവേണൻസ്. എന്താണ് എത്തിക്കൽ ഗവേണൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻഷുറിങ് എത്തിക്കൽ കണ്ടക്ട് ഇൻ ദ ഗവേണൻസ്, ട്രാൻസ്പെറൻസി, അക്കൗണ്ടബിലിറ്റി, ഇൻറ്റഗ്രിറ്റി ഇൻ പബ്ലിക് സർവീസസ്. അതായത് എന്താണ്, പബ്ലിക് സർവീസസിൽ ഗവൺമെൻറ്റ്സ് എന്ന് പറയുന്നത് എന്താണ്, ഒരു ട്രാൻസ്പെറൻസി ഉള്ളതായിരിക്കണം, അക്കൗണ്ടബിലിറ്റി ഉള്ളതായിരിക്കണം, ഇൻറ്റഗ്രിറ്റി ഉള്ളതായിരിക്കണം. ഇതൊക്കെ എന്തിൻ്റെ ഭാഗമാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത്തരം കാര്യങ്ങളൊക്കെ എന്തിൻ്റെ ഭാഗമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്, കോൺസ്റ്റിറ്റ്യൂഷണൽ മൊറാലിറ്റിയുടെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്, കൺസിഡർ ചെയ്യുന്നത് എന്നുള്ളതാണ്. ക്ലിയർ. നെക്സ്റ്റ് വൺ ആണ് ഇത് വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് റിപ്പോർട്ട് 2023. എന്താണ്, ദ വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി WADA ആൻറ്റി ഡോപ്പിംഗ് റിപ്പോർട്ട് 2022 റിലീസ്ഡ് ബൈ ദി WDA. അപ്പോൾ ആരാണ് വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് റിപ്പോർട്ട് പബ്ലിഷ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്, വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസിയാണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ഇതെന്താണ്, റിവീൽസ് അലാമിംഗ് സ്റ്റാറ്റിസ്റ്റിക്സ് ഓൺ ഗ്ലോബൽ ഡോപ്പിംഗ് വയലേഷൻസ് ആണ് ഇതിൽ പറയുന്നത്. അതുപോലെ തന്നെ എന്താണ്, എംഫസൈസിങ് ദ നീഡ് ഫോർ സ്ട്രെങ്തനിങ് മെഷേഴ്സ് ഓഫ് സേഫ് ഗാർഡ് ദ ഇൻറ്റഗ്രിറ്റി ഓഫ് സ്പോർട്സ്. ഇതാണ് ഈ റിപ്പോർട്ടിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യം. ഇതാണ് ന്യൂസായി വരാനുള്ളൊരു കാരണമെന്ന് പറയുന്നത്. ഇനി നമുക്ക് നോക്കാം എന്താണ് വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് ഏജൻസി. 1999 ഇൻ്റർനാഷണൽ ഒളിമ്പിക് കമ്മിറ്റിയാണ് എന്ത് ചെയ്യുന്നത്, ഇത് സ്ഥാപിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റും. എന്തിനാണ്, ടു കോംബാറ്റ് ഡോപ്പിംഗ് സ്പോർട്സ് ഇൻ ഗ്ലോബലി. WDA ഗവേണൻസ് ആൻഡ് ഫണ്ടിങ് ദ ബേസ്ഡ് ഓൺ ദി ഈക്വൽ പാർട്ട്ണർഷിപ്പ് ബിറ്റ്വീൻ ദ സ്പോർട്സ് മൂവ്മെൻറ്റ് ആൻഡ് ഗവൺമെൻറ് ഇൻ ദ വേൾഡ്. അതായത് സ്പോർട്സ് മൂവ്മെൻറ്റും അതുപോലെ തന്നെ ഗവൺമെൻറ്റും എത്രത്തോളം കണക്ട് ചെയ്ത് പോകണം എന്നൊക്കെ അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഇത് വരുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ദ IOC, that means International Olympic Committee, not for profit independent international organization. ഒരു പ്രോഫിറ്റ് ഇനി വേണ്ടി പ്രവർത്തിക്കുന്നല്ല, മറിച്ച് എന്താണ്, ഒരു സ്പോർട്സ് കൾച്ചർ ക്രിയേറ്റ് ചെയ്യുന്നതിനും കൂടി വേണ്ടിയിട്ടാണ്.
ഇത് 1894 ഇത് സ്ഥാപിതമാവുന്ന എന്ത് ചെയ്യാൻ പറ്റുക, കാണാൻ പറ്റുക. അതായത് എന്താണ്, ഒളിമ്പിക് മൂവ്മെൻറ്റിൻ്റെ സുപ്രീം അതോറിറ്റിയാണ് ഇത് എന്ന് വിളിക്കുന്നത്. അതുപോലെ തന്നെ ഒളിമ്പിക് ഫാമിലിയുമായിട്ട് കൊളാബറേറ്റ് ചെയ്താണ് ഇത് പ്രവർത്തിക്കുന്നത്. ഇവരുടെ മിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കോർഡിനേറ്റ് ദ ഫൈറ്റ് അഗെയിൻസ്റ്റ് ഡോപ്പിംഗ് സ്പോർട്സ് ഇൻ ഇൻ്റർനാഷണലി എന്നുള്ളതാണ്. ഇതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ മോൺട്രിയൽ, കാനഡയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവരുടെ ഹെഡ് ക്വാർട്ടേഴ്സ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക. ക്ലിയർ. ഇനി പിന്നെ വരുന്നതാണ് ഇത് വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് കോഡ്. ഇതെന്താണ്, ഒരു ഡോക്യുമെൻ്റ് ആണ്. WDA പുറത്തു വന്നൊരു ഡോക്യുമെൻ്റ് എന്താണ്, ദ ആൻറ്റി ഡോപ്പിംഗ് പോളിസീസ് റൂൾസ് ആൻഡ് റെഗുലേഷൻ വിത്തിൻ സ്പോർട്സ് ഓർഗനൈസേഷൻ എമ പബ്ലിക് അതോറിറ്റീസ് ഒക്കെ അടങ്ങുന്നൊരു കോഡാണ് ഇത് വേൾഡ് ആൻറ്റി ഡോപ്പിംഗ് കോഡ് എന്ന് വിളിക്കുന്നത്. ഇറ്റ് ഈസ് ഡിസൈൻഡ് ഹാർമോണിയസ് ആൻറ്റി ഡോപ്പിംഗ് പോളിസീസ് ആൻഡ് എൻഷുർസ് ദ standards same for all athletes. The WTA prohibited list in the international standards for identifying banned substance and methods in the sports. അതായത് ഇപ്പോൾ നമ്മൾ പറയില്ലേ, മയക്കുമരുന്ന് ഉപയോഗിച്ചുകൊണ്ട് സ്പോർട്സിൻ്റെ ഭാഗമാകരുത്, അത്തരം കാര്യങ്ങളൊക്കെയാണ് എന്ത് ചെയ്യുന്നത്, WTA പ്രൊഹിബിറ്റ് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക എന്നുള്ളതും ആരുടെ പ്രത്യേകതയാണ്, ഇവരുടെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ ആണ് ഇത് ടിഷ്യൂ കൾച്ചർ ലബോറട്ടറി അറ്റ് ദി അസോള ബാട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി. എന്താണ്, recently the Delhi Forest Department has initiated the establishment of a tissue culture laboratory. അതായത് നിലവിലൊരു ടിഷ്യൂ കൾച്ചർ ലബോറട്ടറിക്ക് തുടക്കം കുറിച്ചിട്ട് അറ്റ് ദ അസോള ബട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറിയിലാണ്. എന്താണ്, റെയർ നേറ്റീവ് ട്രീസിനെ സംരക്ഷിക്കുക എന്നുള്ള ലക്ഷ്യത്തോടെ, അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത് ന്യൂസ് വന്നിരിക്കുന്നത്. നമുക്ക് ആദ്യം നോക്കാനുള്ള എന്താണ് അസോള വൈൽഡ് ലൈഫ് സാങ്ച്വറി. എന്താണ്, അസോള ബാട്ടി വൈൽഡ് ലൈഫ് സാങ്ച്വറി ഈസ് ലൊക്കേറ്റഡ് ഇൻ ദ end of an important wildlife corridor that starts from Saritska National Park in the Alur and passes through the Mewat, Faridabad and Gurugram district of Haryana. ഇതാണ് ഇതിൻ്റെ ലൊക്കേഷൻ. The region has cement climate with a notable diurnal temperature variations. The vegetation in wildlife sanctuary is predominantly an open canoped thorny scrub. The native plants exhibit exotropic adaptations such as thorny appendage and wax-coated succulent and terminal leaves. ഇവരെയാണ് ഇവിടെ കാണാൻ പറ്റും. അതുപോലെ തന്നെ ഇതിൽ ആരൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഫോൾ, അതുപോലെ തന്നെ കോമൺ വോൾ ഷ്രീക്ക്, സ്ട്രിക്കർ, മൾക്കഹോള, നിൽഗായ്, ഗോൾഡൻ ജാക്ലസ്, സ്പോട്ടഡ് ഡിയറൊക്കെയാണ് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് ഇവിടെ കാണാൻ പറ്റുക എന്നുള്ളതും ആരുടെ പ്രത്യേകതയാണ്, ഇവരുടെ പ്രത്യേകതയാണ്. നെക്സ്റ്റ് വണ്ണാണ് എന്താണ്, മൈനിങ് ത്രിട്ടൺസ് ആഫ്രിക്കൻ ഗ്രേറ്റ് ആപ്സ്. ഇതാണ് ന്യൂസിൽ വന്നിരിക്കുന്നത്. എന്താണ്, ദ റീസെൻറ്റ് സ്റ്റഡി പബ്ലിഷ് ഇൻ ദ ജേണൽ സയൻസ് അഡ്വാൻസസ് ഹാസ് ഹൈലൈറ്റഡ് ദ ഗ്രേവ് ത്രീറ്റ് പ്രോസ്ഡ് ബൈ മൈനിങ് ദ ഗ്രേറ്റ് ആപ്പ് പോപ്പുലേഷൻ ഇൻ ആഫ്രിക്ക. അതായത് എന്താണ്, മൈനിങ് എന്തിനെ ത്രട്ടൺ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്, ഗ്രേറ്റ് ആപ്സിനെ എന്ത് ചെയ്യുന്നുണ്ട്, ആഫ്രിക്കൻ ഗ്രേറ്റ് ആപ്സിനെ ത്രട്ടൺ ചെയ്യുന്നുണ്ട് എന്നാണ് പറയുന്നത്. ദ സ്റ്റഡി ഇൻഡിക്കേറ്റ് ദാറ്റ് മോർ ദാൻ തേർഡ് ഓഫ് ദ എൻറ്റയർ ഗ്രേറ്റ് app population in Africa, nearly 118,000 individuals faces direct and indirect threats from the mining activities. അതായത് എന്താണ്, 180,000 ഇൻഡിവിജ്വൽസ് ഡയറക്റ്റ്ലി ഓർ ഇൻഡയറക്റ്റ്ലി എന്താണ്, മൈനിങ് ആക്ടിവിറ്റീസിൻ്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഡിസഡ്വാൻറ്റേജസ് എന്ത് ചെയ്യുന്നുണ്ട്, ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട് എന്നാണ് പറയുന്നത്. ബോണ്ടോ, പാനിസസ്, ചിമ്പാൻസി, പാൻട്രോഡെറ്റ്സ്, ഈസ്റ്റേൺ ഗൊറില്ല, ഗൊറില്ല പ്രിങ്ക്, വെസ്റ്റേൺ ഗൊറില്ല, ഗൊറില്ല ആൻഡ് ഓർഗസ്റ്റസ്, പോങ്കോ തുടങ്ങിയവർക്കാണ് ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകുന്നത്. IUCNൻ്റെ റെഡ് ലിസ്റ്റിലുള്ളവരാണിത്. ഓൾ ഗ്രേറ്റ് ആപ്പ് സ്പീഷീസ് ആർ ലിറ്റർ എൻഡേഞ്ചേർഡ് ഓർ ക്രിട്ടിക്കലി എൻഡേഞ്ചേർഡിലാണ് എന്ത് ചെയ്യുന്നത്, ഇവർ വരുന്നതായിട്ട് കാണാൻ പറ്റും. നിലവിലത് മൈനിങ്ങിൻ്റെ ഭാഗമാണ്. അപ്പോൾ ചിലപ്പോൾ ഇവരുടെ പേരോ അല്ലെങ്കിൽ സയൻറ്റിഫിക് നെയിംസൊക്കെ എന്ത് ചെയ്യുക, ചോദിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ സാധിക്കുക എക്സാമിന്. പിന്നെ വരുന്നൊരു ന്യൂസാണ് ഇത് ഡിസ്ട്രിക്ട് ഇലക്ഷൻ മാനേജ്മെൻറ്റ് പ്ലാൻ. എന്താണ് പറയുന്നത്, ഇൻ ദ ലൈറ്റ് ഓഫ് അപ്കമിംഗ് ലോക്സഭ ഇലക്ഷൻസ് ദ കണ്ടക്ട് ഓഫ് ഇലക്ഷൻ ഹാസ് ബിക്കം ഇൻക്രീസിംഗ്ലി കോംപ്ലക്സ് ആൻഡ് മൾട്ടിഫേറ്റഡ്, റിക്വയർ മെൽറ്റീഷ്യസ് പ്ലാനിംഗ് ആൻഡ് എക്സിക്യൂഷൻ എൻഷുർ എ ഫ്രീ, ഫെയർ ആൻഡ് ഇൻക്ലൂസീവ് ഇലക്ടോറൽ പ്രോസസ്. ഇലക്ഷൻ്റെ ഭാഗമായിട്ട് വന്ന ന്യൂസാണ്, നമുക്ക് നോക്കാം. നമുക്കറിയാം ഇന്ത്യയിൽ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്ന ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയാണ്. നമുക്കറിയാം ഇത് ഓട്ടോണോമസ് കോൺസ്റ്റിറ്റ്യൂഷണൽ അതോറിറ്റിയാണ് ഇത് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ. ഓക്കെ, ഇനി ഇവർ ഏതൊക്കെ ഇലക്ഷൻസ് ആണ് കണ്ടക്ട് ചെയ്യുന്നത്, ഉദാഹരണമായിട്ട് അഡ്മിനിസ്ട്രേറ്റേഴ്സ് ഓഫ് യൂണിയൻ ആൻഡ് സ്റ്റേറ്റ് ഇലക്ഷൻ, ലോക്സഭ ഇലക്ഷൻ, രാജ്യസഭ ഇലക്ഷൻ,
സ്റ്റേറ്റ് ലെജിസ്ലേറ്റീവ് അസംബ്ലി ഇലക്ഷൻ, അതുപോലെ തന്നെ പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് ഇലക്ഷനൊക്കെയാണ് ഇവർ കണ്ടക്ട് ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക, നമുക്ക് കാണാൻ പറ്റുക. ഇനി എന്നാണ് സ്ഥാപിതമായെന്ന് വെച്ച് കഴിഞ്ഞാൽ 25 ജനുവരി 1950 ആണ്. അന്നാണ് നാഷണൽ വോട്ടേഴ്സ് ഡേ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നത്, സെലിബ്രേറ്റ് ചെയ്യുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ്റെ പാർട്ട് 15 ആർട്ടിക്കിൾ 324 മുതൽ 329 വരെയാണ് ഇവരെക്കുറിച്ച് പറയുന്നത്. ഇനി ഇതിൻ്റെ സ്ട്രക്ചർ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, ഒരു ചീഫ് ഇലക്ഷൻ കമ്മീഷനും 2 ഇലക്ഷൻ കമ്മീഷണേഴ്സും അടങ്ങുന്നതാണ് ഇതിൻ്റെ സ്ട്രക്ചർ. ഇവരെ അപ്പോയിൻറ്റ് ചെയ്യുന്ന ആരാണ്, പ്രസിഡൻ്റാണ് അപ്പോയിൻറ്റ് ചെയ്യുന്നത്. കാലാവധി 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെയാണ് ആരുടെ കാലാവധി, ഇവരുടെ കാലാവധി. ഒന്നെങ്കിൽ 6 വർഷം അല്ലെങ്കിൽ 65 വയസ്സ് വരെ. അതുപോലെ തന്നെ ഇവരെ എന്തിന് എലിജിബിളാണ്, റീ അപ്പോയിൻമെൻറ്റ്. കാരണം വേണമെങ്കിൽ ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇവർക്ക് കാലാവധി ഉണ്ടെങ്കിൽ ഇവർ കാലാവധി കഴിഞ്ഞ് പുറത്തു പോയാലും വീണ്ടും എന്ത് ചെയ്യാൻ പറ്റും, അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഇവരെ റിമൂവ് ചെയ്യുന്നത്, ചീഫ് ഇലക്ഷൻ കമ്മീഷണർ എങ്ങനെയാണ് റിമൂവ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, റെസൊല്യൂഷൻ ഓൺ ദ ഗ്രൗണ്ട് ഓഫ് പ്രൂവൺ മിസ്ബിഹേവിയർ ഓർ ഇൻകാപ്പാസിറ്റി. മിസ്ബിഹേവിയർ ഓർ ഇൻകാപ്പാസിറ്റി ഉണ്ടെങ്കിൽ 2/3 മെജോറിറ്റി പാസ്സാക്കുക, പ്ലസ് വോട്ടിംഗ് സപ്പോർട്ടഡ് മോർ ദാൻ 50% ഓഫ് ദ സ്ട്രെങ്ത് ഓഫ് ദ ടോട്ടൽ ഹൗസ്. അതായത് ഏറ്റവും സിമ്പിളായി പറഞ്ഞു കഴിഞ്ഞാൽ സ്പെഷ്യൽ മെജോറിറ്റിയിലാണ് എന്ത് ചെയ്യുന്നത്, ഇവരെ റിമൂവ് ചെയ്യുന്നതായിട്ട്. ഇന്ത്യൻ പാർലമെൻറ്റിലെ സ്പെഷ്യൽ മെജോറിറ്റിയിലാണ് ഇവരെ റിമൂവ് ചെയ്യുന്നത്. ഇവരുടെ മേജർ റോൾസ് ആൻഡ് റെസ്പോൺസിബിലിറ്റീസ് എന്തൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, ഡിറ്റർമൈനിങ് ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യൻസീസ്. ഇലക്ടോറൽ കോൺസ്റ്റിറ്റ്യൻസീസ് ഏതൊക്കെയാണ് തീരുമാനിക്കുക, പ്രിപ്പയറിംഗ് ഓർ റിവയറിംഗ് ഇലക്ടോറൽ റോൾസ് ഉണ്ടാക്കുക, നോട്ടിഫൈങ് ദ ഷെഡ്യൂൾസ് ആൻഡ് ഡേറ്റ് ഓഫ് ഇലക്ഷൻസ്. അതുപോലെ തന്നെ എന്താണ്, രജിസ്റ്ററിങ് പൊളിറ്റിക്കൽ പാർട്ടീസ് ആൻഡ് ഗ്രാൻഡിങ് ദം ദ സ്റ്റാറ്റസ് ഓഫ് നാഷണൽ ഓർ സ്റ്റേറ്റ് പാർട്ടീസ്. അതുപോലെ തന്നെ ഇഷ്യൂയിങ് മോഡൽ കോഡ് ഓഫ് കണ്ടക്ട്, അതായത് എന്താണ്, പൊളിറ്റിക്കൽ പാർട്ടീസിൻ്റെ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഉണ്ടാക്കുക. അതുപോലെ തന്നെ അഡ്വൈസിങ് ദ പ്രസിഡന്റ് ഓൺ മാറ്റേഴ്സ് ഓഫ് കൺസേണിങ് ദ ഡിസ്ക്വാളിഫിക്കേഷൻ ഓഫ് MPs. അതായത് MPs എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഡിസ്ക്വാളിഫൈ ചെയ്യാമെന്ന് പ്രസിഡന്റ് എന്ത് ചെയ്യുക, അഡ്വൈസ് കൊടുക്കുക. ഇവർ നേരിടുന്ന ചലഞ്ചസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ലാക്ക് ഓഫ് ഇൻഡിപെൻഡൻസ് സ്റ്റാൻസ്, അതുപോലെ തന്നെ ഡിപ്പെൻഡൻസ് ഓൺ സെൻറ്റർ ഫോർ ഫൈനാൻസ്, അതുപോലെ തന്നെ എക്സിക്യൂട്ടീവ് ഇൻഫ്ലുവൻസ് ഇൻ അപ്പോയിൻമെൻറ്റ്സ്, അതുപോലെ തന്നെ ട്രോണിക്കേറ്റഡ് ടെന്നർ ഓഫ് ചീഫ് ഇലക്ഷൻ കമ്മീഷൻ. ഇതൊക്കെയാണ് എന്താണ് ഇവർ പ്രധാനമായിട്ടും എന്താണ് നേരിടുന്ന ഇഷ്യൂസ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, ചിലപ്പോൾ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് ഇൻഡയറക്ട്ലി ഓർ ഡയറക്ട്ലി എന്ത് ചെയ്യാം, ചോദ്യം ചോദിക്കാൻ എന്തുണ്ട്, സാധ്യത ഉണ്ട്. നെക്സ്റ്റ് വൺ ആണ് എന്താണ്, തായ്വാൻ എർത്തിക്വിക്ക് ആൻഡ് പസഫിക് റിംഗ് ഓൺ ഫയർ. എന്താണ് ന്യൂസ് വരാൻ കാരണം, എ ഹ്യൂജ് എർത്തിക്വിക്ക് മെഷറിംഗ് 7.4 ഓൺ ദ റിക്ടർ സ്കെയിൽ സ്ട്രക്ക് തായ്വാൻ, മേക്കിംഗ് ഓൺ ദ ബിഗ്ഗസ്റ്റ് എർത്തിക്വേക്ക് ലാസ്റ്റ് 25 ഇയേഴ്സ്. അതായത് തായ്വാൻ നടന്ന് ഈ അവസാനത്തെ 25 വർഷങ്ങളിലെ ഏറ്റവും വലിയ എർത്തിക്വേക്കാണ് എന്നുള്ളതാണ് ന്യൂസ്. ഓക്കെ, നമുക്ക് എർത്തിക്വേക്കിനെ കുറിച്ച് നോക്കാം. എന്താണ് എർത്തിക്വേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷേക്കിംഗ് ഓഫ് എർത്ത് കോസ്ഡ് ഡ്യൂ ടു റിലീസ് ഓഫ് എനർജി ജനറേറ്റിംഗ് സെമിക് വേവ്സ് ഇൻ ഓൾ ഡയറക്ഷൻസ്. അതായത് എന്താണ്, ഒരു എപ്പിക് സെൻറ്ററിൽ നിന്ന് എന്താണ് സെമിക് വേവ്സ് എന്താണ് എല്ലാ രീതിയിലും എന്താണ് എനർജി റിലീസ് ചെയ്യുമ്പോൾ സംഭവിക്കുന്നതാണ് ഇത് എർത്തിക്വേക്ക് എന്ന് വിളിക്കുന്നത്. ഇനി എർത്തിക്വേക്ക് വേവ്സ് ഏതൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ബോഡി വേവ്സ് ആണ്. എന്താണ്, മൂവ് ഇൻ ദ ഓൾ ഡയറക്ഷൻസ് ട്രാവലിംഗ് ടു ദ ബോഡി ഓഫ് എർത്ത്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ഇത് ബോഡി വേവ്സ്. അതിൽ തന്നെ എന്തുണ്ട്, പി വേവ്സ് ഉണ്ട്. ഓക്കെ, എന്താണ് പി വേവ്സ് എന്ന് പറഞ്ഞാൽ, മൂവ് ഫാസ്റ്റർ ഫസ്റ്റ് ടു അറൈവ് അറ്റ് ദ സർഫേസ് സിമിലർ ടു സൗണ്ട് വേവ്സ് ട്രാവൽ ത്രൂ ദ ഗ്യാഷ്യസ് ലിക്വിഡ് ആൻഡ് സോളിഡ് മെറ്റീരിയൽസ് ആണ്. ഓക്കെ, അതിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ഇത് പി വേവ്സ്. അതാണ് പി വേവ്സിൻ്റെ പാറ്റേൺ. ഇനി എസ് വേവ്സ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അറൈവ് അറ്റ് സർഫേസ് വിത്ത് സം ടൈം ലാഗ്, കുറച്ച് ടൈം ലാഗോട് കൂടി മാത്രം എത്തുന്നതാണ് ഇത് ഈ എസ് വേവ്സ് എന്ന് വിളിക്കുന്ന. ഇത് എങ്ങനെ മാത്രമേ ട്രാവൽ ചെയ്യൂ, സോളിഡ് മെറ്റീരിയൽസിലൂടെ മാത്രമേ ട്രാവൽ ചെയ്യൂ. അതുകൊണ്ട് നമുക്കറിയാം ഇത് കോറിലൂടെ ട്രാവൽ ചെയ്യില്ല. പക്ഷേ എന്ത് ചെയ്യും, പി വേവ്സ് ഏത് കൂടി ട്രാവൽ ചെയ്യും, കോറിലെ കൂടെ എന്ത് ചെയ്യും, ട്രാവൽ ചെയ്യും. ഇനി വരുന്നതാണ് സർഫേസ് വേവ്സ്. സർഫേസ് വേവ്സ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ്, അതിൽ നമുക്ക് കാണാൻ പറ്റും എന്താണ്, ലാസ്റ്റ് ടു റിപ്പോർട്ട് സെമി ഗ്രാഫിക് മോർ ഡിസ്ട്രക്റ്റീവ് കോസസ് ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് റോക്സ് ആണ് സർഫേസ് വേവ്സ് എന്ന് വിളിക്കുന്നത്. അതിൽ തന്നെ ലവ് വേവ്സ് ഉണ്ട്. എന്താണ് ലവ് വേവ്സ്, സെയിം മോഷൻ ആസ് ദ എസ് വേവ്സ് പോലെയാവും, ഹൊറിസോണ്ടലാകും, വിത്തൗട്ട് വെർട്ടിക്കൽ ഡിസ്പ്ലേസ്മെൻറ്റ്, സൈഡ് വേസ് മോഷൻ, പെർപെൻഡിക്കുലർ ടു ദി ഡയറക്ഷൻ ഓഫ് ദി പ്രൊപ്പഗേഷൻ ഫാസ്റ്റർ ദാൻ റിലീഫ് വേവ്സ് ആയിരിക്കും. ഇനി റിലീഫ് വേവ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, കേസ് ദ ഗ്രൗണ്ട് ദാറ്റ് ടു ഷേക്ക് ഇൻ ദ ellipse pattern and spread out the most of the seismic waves smooth vertically and the horizontally in vertical plane ആയിരിക്കും എന്നുള്ളതും പ്രത്യേകതയാണ്. ഇനി എർത്തിക്വേക്കിനുള്ള പ്രധാനപ്പെട്ട കോസസ് എന്തൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എന്താണ്, റിലീസ് എനർജി അലോങ് ദ ഫോൾട്ട് എന്നുള്ള എന്താണ്, അതുപോലെ തന്നെ മൂവ്മെൻറ്റ് ഓഫ് ടെക്ടോണിക് പ്ലേസ്, വോൾക്കാനിക് എറപ്ഷൻ, അതുപോലെ തന്നെ ഹ്യൂമൻ ആക്ടിവിറ്റീസ്, മൈനിങ്, എക്സ്പ്ലോയിറ്റേഷൻ, കെമിക്കൽ, ന്യൂക്ലിയർ ഡിവൈസസിനെയൊക്കെ ബാധിക്കും.
ഇനി എങ്ങനെയാണ് എർത്ത് മെഷർ ചെയ്യുക? ഒന്ന് സിസ്മോമീറ്റർ ആണ്, മെഷേഴ്സ് സിസ്മിക് വേവ്സ്. പിന്നെ വരുന്ന റിക്ടർ സ്കെയിലാണ്, മെഷേഴ്സ് മാഗ്നറ്റിക് എനർജി റിലീസ്ഡ് റേഞ്ച് ആണ് 1 to 10. പിന്നെ വരുന്നതാണ് മെർക്കലി, മെഷേഴ്സ് ഇൻറ്റൻസിറ്റി വിസിബിൾ ഡാമേജ് ആണ് ഇത് നോക്കുന്നത്. ഇതിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ കരിക്കുലം സ്പെസിഫിക് ബെൽറ്റാണ് 81% ഓഫ് ദ എർത്ത് ക്വേക്ക്. പിന്നെ ആൽപ്പഡ് എർത്ത് ക്വേക്ക് ബെൽറ്റാണ് 70% ഓഫ് ദ ലാർജസ്റ്റ് എർത്ത് ക്വേക്ക്. പിന്നെ വരുന്നത് എന്താണ്? മിഡ് അറ്റ്ലാന്റിക് റേഞ്ചാണ്, മോസ്റ്റ്ലി സബ്മേർജ്ഡ് അണ്ടർ വാട്ടറാണ്. അതുപോലെ തന്നെ ഇന്ത്യയിലും എർത്ത് ക്വേക്കുകളായിട്ട് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. ഇന്ത്യ ഈസ് വൺ ഓഫ് ദ ഹൈലി എർത്ത് ക്വേക്ക് അഫക്റ്റഡ് കൺട്രീസ്. ലോകത്തിലെ എർത്ത് ക്വേക്ക് അഫക്റ്റഡ് കൺട്രീസ് ഒന്നാണ് ഇന്ത്യ. എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ത്യയിലെ എർത്ത് ക്വേക്കിനെ 4 സസ്പിക് സോൺസ് ആയിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്തിട്ടുണ്ടെന്നൊക്കെയാണ് 2, 3, 4, 5 എന്നിങ്ങനെ. ക്ലിയർ? ഓക്കെ, അത് ജസ്റ്റ് നിങ്ങൾ എന്ത് ചെയ്യുക? മാപ്പ് നോക്കുക. നെക്സ്റ്റ് വണ്ണാണ് ഇത് VVPAT അഥവാ വാട്ടർ വെരിഫൈഡ് പേപ്പർ ഓഡിറ്റ് ട്രയൽ. എന്താണ്? റീസെൻ്റ്ലി ദ സുപ്രീം കോർട്ട് അനൗൺസ്ഡ് ദാറ്റ് വുഡ് സൂൺ അഡ്രസ് പെറ്റീഷൻസ് ഫോർ ദ 100% വെരിഫിക്കേഷൻ ഓഫ് വാട്ടർ പേപ്പർ ഓഡിറ്റ് ട്രയൽ സ്ലിപ്സ് ജസ്റ്റ് അഹെഡ് ദ ഫസ്റ്റ് ഫേസ് ഓഫ് വോട്ടിംഗ് ഇൻ ദ 19th April 2024. അതായത് നീളം എല്ലാ ഇലക്ഷൻസിനും ഇനി മുതൽ എന്ത് ഉപയോഗിക്കണം? VVPAT ഉപയോഗിക്കണം എന്നുള്ളതാണ്. ഓക്കെ, എന്താണ് VVPAT എന്ന് പറയുന്നത്? VVPAT ഈസ് എ മെഷീൻ അറ്റാച്ച്ഡ് ടു ദ ബാലറ്റ് യൂണിറ്റ് ഓഫ് ദ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീൻ. അതായത് EVMൻ്റെ അടുത്ത് തന്നെ അറ്റാച്ച് ചെയ്തിട്ടുള്ള ഒരു മെഷീനാണ് ഇത് ഈ VVPAT എന്ന് വിളിക്കുന്നത്. അതായത് ആൻഡ് പ്രൊവൈഡ്സ് വിഷ്വൽ വെരിഫിക്കേഷൻ. അതായത് ഇപ്പോൾ ഞാനൊരു പാർട്ടിക്ക് വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചിഹ്നം എന്താണോ ആ ചിഹ്നം എന്ത് ചെയ്യും? എനിക്ക് VVPATൽ കാണിച്ചു തരുമെന്നുള്ള ഇതിൻ്റെ പ്രത്യേകതയാണ്. ആൻഡ് ദ സ്ലിപ്പ് ഓഫ് പേപ്പർ വിത്ത് ദ കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് ഈസ് ബ്രീഫ്ലി ഡിസ്പ്ലേഡ് ഫോർ വെരിഫിക്കേഷൻ ബിഹൈൻഡ് ഗ്ലാസ് വിൻഡോ. ഓക്കെ, ഒരു ഗ്ലാസ് വിൻഡോയുടെ അതിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? ഒരു 7 സെക്കൻഡ് എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കാണാൻ പറ്റും. ഇത്രയേ ഉള്ളൂ. ഈ ഇമേജ് നോക്കുക. ഇപ്പോൾ ഇതിലാണ് ഞാൻ എന്ത് ചെയ്യുന്നത്? വോട്ട് ചെയ്യുന്നത് അല്ലേ? ഇതാണ് EVM. ഇതിൽ ഞാൻ വോട്ട് ചെയ്തു. ഇപ്പോൾ ഏതെങ്കിലും ഒരു പാർട്ടിക്ക് ഞാൻ വോട്ട് ചെയ്തു എന്ന് വെക്കാം. വോട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഏത് പാർട്ടിക്കാണോ വോട്ട് ചെയ്ത് അതിൻ്റെ ഇമേജ് ഈ കാണുന്ന ഗ്ലാസ് ഡോറിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്ക് കാണാൻ പറ്റും. ഈ കാണുന്ന ഗ്ലാസ് ഡോറിലൂടെ എന്ത് ചെയ്യാൻ പറ്റും? എനിക്കതിൻ്റെ ഇമേജ് എന്ത് ചെയ്യാൻ പറ്റും? ഒരു 7 സെക്കൻഡ് സമയത്തേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കാണാൻ പറ്റും. അങ്ങനെ കാണിച്ചു തരുന്ന മെഷീനാണ് VVPAT. എന്നിട്ട് എന്ത് ചെയ്യും? ഈ പേപ്പർ ഇതിൻ്റെ താഴെ കൊണ്ടുപോയിട്ട് ഡ്രോപ്പ് ചെയ്യും. അങ്ങനെ ഓരോ പാർട്ടിയുടെയും വോട്ട് ചെയ്തതിൻ്റെ പേപ്പർ ഡ്രോപ്പ് ചെയ്യും. അവസാനം കൗണ്ട് ചെയ്യുമ്പോൾ ഇതിലെ പേപ്പറിൻ്റെ എണ്ണവും ഇതിലെ വോട്ടിൻ്റെ എണ്ണവും എന്ത് ചെയ്യണം? സെയിം ആയിരിക്കണം എന്നുള്ളതാണ്. ഓക്കെ, അതിനു വേണ്ടി ഉപയോഗിക്കുന്ന മെഷീനാണ് ഏതെന്ന് വിളിക്കുന്നത്? VVPAT എന്ന് ഉദ്ദേശിക്കുന്നത്. ഇനി നമ്മൾ ഇലക്ഷനെ കുറിച്ച് നോക്കുമ്പോൾ നമ്മൾ ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും കൂടി നോക്കണം. ഇതെന്താണ്? ഇന്ത്യയിലെ തന്നെ ഒരു പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. അതുപോലെ തന്നെ നാഷണൽ ഇമ്പോർട്ടൻസ് ഉള്ളതാണ്. 1959 എന്ത് ചെയ്യുന്നത്? ഇന്ത്യൻ പാർലമെൻറ്റിലൂടെ പാസ്സാക്കിയ ഒരു ആക്ടിലൂടെ ഇത് നിലവിൽ വരുന്നത്. ഇറ്റ് വാസ് രജിസ്റ്റേർഡ് ഓൺ 28th April 1932 ആസ് ദ നോൺ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ലേണിംഗ് സൊസൈറ്റി അണ്ടർ ദ വെസ്റ്റ് ബംഗാൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1860. അതായത് എന്താണ്? ആദ്യകാലങ്ങളിൽ വെസ്റ്റ് ബംഗാൾ സൊസൈറ്റീസ് രജിസ്ട്രേഷൻ ആക്ട് 1816 എന്താണ്? ഇതെന്തായിട്ടാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്? ഒരു നോൺ പ്രോഫിറ്റ് ഡിസ്ട്രിബ്യൂട്ടിംഗ് ഓർഗനൈസേഷൻ ആയിട്ടാണ് 28 April 1932 ഇത് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇനി ഇതാരാണ് ഫൗണ്ട് ചെയ്തതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? പ്രൊഫസർ പ്രശാന്ത ചന്ദ്ര മഹ്ലനോബിസ് ആണ് എന്ത് ചെയ്യുന്നത്? ഇത് കൊൽക്കത്തയിൽ സ്ഥാപനമാകുന്നത്. ഇനി ഇത് പ്രധാനമായിട്ടും ISI എന്തിനെക്കുറിച്ചാണ് പഠിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സ്റ്റെൻസീവ് റിസർച്ച് വിത്ത് ദ കോൺട്രിബ്യൂഷൻസ് ടു വേരിയസ് ഫീൽഡ് ആൻഡ് കൊളാബറേഷൻ വിത്ത് ദ ഗവൺമെൻറ് ആൻഡ് ഇൻഡസ്ട്രിയൽ എൻറ്റിറ്റീസിനെ കുറിച്ചാണ് പഠിക്കുന്നത്. ഇത് ഏതിൻ്റെ അണ്ടറിലാണ് വരുന്നത്? മിനിസ്ട്രി ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് ആൻഡ് പ്രോഗ്രാം ഇംപ്ലിമെൻറ്റേഷൻ്റെ അണ്ടറിലാണ് എന്ത് ചെയ്യുന്നത്? ഇവർ പ്രവർത്തിക്കുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? കാണാൻ സാധിക്കുക. നെക്സ്റ്റ് ന്യൂസ് നോക്കാം. എന്താണ് നെക്സ്റ്റ് ന്യൂസ്? അക്വസ് അലയൻസ് ടു എക്സ്പാൻഡ് മെമ്പർഷിപ്പ് ആണ്. എന്താണ്? The AUKUS alliance comprising Australia, the United Kingdom and the United States set enter discussion of expanding its membership. ഇതാണ് എന്താണ്? AUKUS alliance എന്നുള്ള പേരിൽ അറിയപ്പെടുന്നത്. AUKUS is a trilateral partnership that aims to strengthen security and defense interest through the enhanced cooperation. അതായത് എന്താണ്? സെക്യൂരിറ്റി ഡിഫൻസ് ഇൻട്രസ്റ്റ് ഒക്കെയാണ് എന്ത് ചെയ്യുന്നത്? ഒരു എൻഹാൻസ്ഡ് കോർപ്പറേഷനിലൂടെ അവർ ലക്ഷ്യം വയ്ക്കുന്നത്. AUKUS will involve deeper information and technology sharing as well as integration of security and defense related science, technology, industrial bases and supply chains ഒക്കെയാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. 2021 ഈ അലയൻസ് ഫോം ചെയ്യുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. ആരെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? ചൈന ഇൻഫ്ലുവൻസിന് ഇൻഡോ പസഫിക് റീജിയനിൽ ചൈനയെ കൗണ്ടർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ഇന്ത്യ ഇതിൻ്റെ ഭാഗമല്ല.
ഇന്ത്യ ആൻഡ് അക്രോസ് ബ്ലോക്ക് ഹാവ് എൻഗേജ്ഡ് ഇൻഫോർമൽ ടാക്സ് എമർജിങ് ടെക്നോളജീസ്. ഇൻഫോർമൽ ടാക്സ് മാത്രമേ ഉള്ളൂ, ടെക്നോളജീസ് എമർജിങ്ങിനെ കുറിച്ചൊക്കെ. അല്ലാണ്ട് ഇന്ത്യ ഒരിക്കലും എന്നല്ല ഇതിൻ്റെ ഒരു ഫോർമൽ മെമ്പർ അല്ല എന്നുള്ളതും ഇതിൻ്റെ എന്താണ് പ്രത്യേകതയാണ്. നെക്സ്റ്റ് വൺ ആണ് ഇന്ത്യാസ് ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് ആൻഡ് സേവിങ് ക്രൈസിസ് ആണ്. എന്താണ് പറയുന്നത്? ഇന്ത്യാസ് എക്കോണമിക് ലാൻഡ്സ്കേപ്പ് ഹാവ് വിറ്റ്നസ്ഡ് ആൻ കൺസേണിംഗ് ട്രെൻഡ് വിത്ത് ദ ഹൗസ് ഹോൾഡ് ഡെപ്റ്റ് ലെവൽ സോറിംഗ് എ historic high of 40% of the GDP by December 2023, while net financial saving moved an alarming low around 5%. ഇതാണ് ഇത് ന്യൂസിൽ വരുന്നതിനുള്ള കാരണം. എന്താണ് പറയുന്നത്? The report forecast that the trend of low net financial saving is likely persistent with the household debt filled by personal loans, agriculture loans and business loans and conducting assent. The financial strain coupled with the declining gross domestic saving paints grim pictures India's economic stability and the under-sectors the urgent need for comprehensive policy measures to address this mounting crisis. Okay, ഇതാണ്. നെക്സ്റ്റ് വൺ എന്താണ്? പൊളിറ്റിക്കൽ കോൺട്രിബ്യൂഷൻ ബൈ ന്യൂലി ഇൻകോർപ്പറേറ്റഡ് ഫേംസ് ആണ്. ഓക്കെ, ഇത് ഇലക്ടോറൽ ബോണ്ടുമായി ബന്ധപ്പെട്ട് വന്നൊരു ന്യൂസാണ്. നമുക്ക് നോക്കി നോക്കാം എന്താണ്. The Companies Act 2018 prohibits the companies less than 3 years old from making political contribution, aiming to prevent shell companies from the countervailing fund into political parties. ഇതാണ് ന്യൂസിൽ വരാൻ കാരണം. The 2017 amendment removed the cap on contributions but retained the 3-year prohibition. അതായത് എന്ത് ചെയ്യുന്നുണ്ട്? പ്രൊഹിബിഷൻ ക്യാപ്പ് എന്ത് ചെയ്യുന്നു? വേണ്ടാന്ന് വയ്ക്കുന്നു. പക്ഷേ റീറ്റെയിൽ പ്രൊഹിബിഷൻ അങ്ങനെ തന്നെ നിൽക്കുന്നുണ്ട്. കമ്പനീസ് ആക്ടിലെ സെക്ഷൻ 182 പ്രകാരം എന്താണ് പറയുന്നത്? Outlines penalties for the countervention including fineless and imprisonment for officers. ഓക്കെ, ഇതല്ല നമുക്ക് നോക്കേണ്ടത് എന്താണ്? ഇലക്ടോറൽ ബോണ്ട്സിനെ കുറിച്ചാണ്. ഓക്കെ, ചിലപ്പോൾ ചോദിക്കാം എന്താണ് ഇലക്ടോറൽ ബോണ്ട്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2017 ഒരു ഫൈനാൻഷ്യൽ ബില്ലായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇലക്ടോറൽ ബോണ്ട്സ് വരുന്നത്. 2017 സെപ്റ്റംബർ 14 എന്ത് ചെയ്യുന്നുണ്ട്? NGO അസോസിയേഷനായ ഡെമോക്രാറ്റിക് റിഫോംസ് എന്ത് ചെയ്യുന്നുണ്ട്? ഇതിനെതിരെ സുപ്രീം കോടതിയിൽ ചലഞ്ച് ചെയ്യുന്നു. 2017 ഒക്ടോബർ 3 എന്ത് ചെയ്യുന്നുണ്ട്? സുപ്രീം കോർട്ട് ഈ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ എന്താണ് ഒരു NGO ഫയൽ ചെയ്തു. ഇതിനെതിരെ സെൻട്രലിനെതിരെ എക്സ്പ്ലനേഷൻ ചോദിക്കുന്നു. 2018 ജനുവരി 2 എന്താണ്? ദ സെൻട്രൽ ഗവൺമെൻറ് എന്ത് ചെയ്യുന്നു? ഇലക്ടോറൽ ബോണ്ട്സ് അവതരിപ്പിക്കുന്നു. 2022 നവംബർ 7 എന്താണ്? ഇലക്ടോറൽ ബോണ്ട്സ് എന്ത് ചെയ്യുന്നു? സ്കീം അമെൻഡഡ് ടു ഇൻക്രീസ് സെയിൽ ഡേയ്സ് ഫ്രം 70 to 85 ഇൻ എ ഇയർ വേർ അസംബ്ലി ഇലക്ഷൻ മേ ബി ഷെഡ്യൂൾ. അതായത് എന്താണ്? 70 ദിവസം എന്നുള്ള 85 ദിവസങ്ങളിലേക്ക് ഇലക്ടോറൽ ബോണ്ട് വിൽക്കാനുള്ള സമയമാക്കുന്നു. പിന്നീട് എന്ത് ചെയ്യുന്നുണ്ട്? 2023 ഒക്ടോബർ 6 എന്ത് ചെയ്യുന്നു? സുപ്രീം കോർട്ട് കൺസ്ട്രക്ട് ചെയ്ത ചീഫ് ജസ്റ്റിസിൻ്റെ നേതൃത്വത്തിലുള്ള ബെഞ്ച് എന്ത് ചെയ്യുന്നു? 5 ജഡ്ജ് ബെഞ്ച് ഈ കേസിനെ കുറിച്ച് കേൾക്കുന്നു. 2023 ഒക്ടോബർ 3 എന്ത് ചെയ്യുന്നു? 5 ജഡ്ജസ് ബെഞ്ച് എന്ത് ചെയ്യുന്നു? ഇതിനെക്കുറിച്ചുള്ള എല്ലാ ഇഷ്യൂസും എന്ത് ചെയ്യുന്നുണ്ട്? കേൾക്കുന്നുണ്ട്. ആൻഡ് 2023 നവംബർ 2 സുപ്രീം കോർട്ട് വെർഡിക്റ്റ് റിസർവ് ചെയ്യുന്നു. 2024 ഫെബ്രുവരി 14 എന്താണ്? സുപ്രീം കോടതി എന്താണ്? ഇലക്ടോറൽ ബോണ്ട് അൺകോൺസ്റ്റിറ്റ്യൂഷണലാണ് എന്ന് എന്ത് ചെയ്യുന്നുണ്ട്? വിധി പറയുന്നതായിട്ടും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഇലക്ടോറൽ ബോണ്ടിനെ കുറിച്ചാണ് നമുക്ക് നോക്കേണ്ടത്. നെക്സ്റ്റ് വൺ ആണ് സെക്ഷൻ 127A ഓഫ് റെപ്രസെൻറ്റേഷൻ ഓഫ് ദ പീപ്പിൾസ് ആക്ട് 1951 ആണ്. എന്താണ്? ദ ഇലക്ഷൻ കമ്മീഷൻ സെഡ് ദാറ്റ് അനോണിമസ് പൊളിറ്റിക്കൽ പോസ്റ്റേഴ്സ് ഹോർഡിംഗ് ആർ നോട്ട് അലൗഡ് എന്നുള്ളതാണ്. ഇനി ഇതിൻ്റെ നിയമപരമായ വശം എന്താണ്? Unconditionally prohibit the printing of publishing of election pamphlets, posters, placards or banners. Its name and address of the printer and publisher are not prominently displayed. അതായത് നമ്മൾ ഈ പ്രിൻ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിൽ എന്ത് ചെയ്യരുത്? ആരാണ് പ്രിൻ്റ് ചെയ്ത് അതിൻ്റെ ഡീറ്റെയിൽസോ അഡ്രസ്സോ പുറത്തു വിടരുത്. ദ റിക്വയർമെൻറ്റ് ഓഫ് ഡിസ്ക്ലോസിംഗ് ദ ഐഡൻറ്റിറ്റി ഓഫ് പബ്ലിഷേഴ്സ് സെർവ്സ്. അതായത് എന്താണ്? പബ്ലിഷറുടെ ഐഡൻറ്റിറ്റി സംരക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഫിക്സ് റെസ്പോൺസിബിലിറ്റി ഇൻ കേസ് കണ്ടന്റ് ഈസ് ഫൗണ്ട് അൺബിക്കമിങ് ദ ഫ്രെയിംവർക്ക് ഓഫ് ദ മോഡൽ കോഡ് ഓഫ് കണ്ടക്ട് ഓർ ദ സ്റ്റാറ്റ്യൂട്ടറി പ്രൊവിഷൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരമൊരു ന്യൂസ് പറയുന്നതായിട്ട് എന്ത് ചെയ്യാൻ പറ്റുക? നമുക്ക് കാണാൻ പറ്റുക. നെക്സ്റ്റ് വൺ റിപ്പബ്ലിക് ഓഫ് അയർലാൻഡ് ആണ് ന്യൂസിൽ വന്നതിൻ്റെ ക്യാപിറ്റൽ എവിടെയാണ്? ദുബ്ലിൻ ആണ്. ഓക്കെ, എന്താണ്? പുതിയ പ്രൈം മിനിസ്റ്റർ വന്നു, അതുകൊണ്ടാണ് ആ സ്ഥലം ന്യൂസിൽ വരുന്നത്. ഇനി ഇതിൻ്റെ പൊളിറ്റിക്കൽ ഫീച്ചേഴ്സ് നോക്കാം. ഇതെവിടെയാണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് എൻ ഐസ്ലാൻഡ് ലൈൻ ടു വെസ്റ്റ് ഓഫ് ഗ്രേറ്റ് ബ്രിട്ടൻ ആണ്. ബോർഡറിംഗ് കൺട്രീസ് ഏതൊക്കെയാണ്? നോർത്തേൺ ഐലാൻഡ് ടു നോർത്ത്, അതുപോലെ തന്നെ യുണൈറ്റഡ് കിങ്ഡത്തിൻ്റെ ഭാഗമാണ്. സറൗണ്ടിങ് വാട്ടർ ബോഡീസ് ഏതൊക്കെയാണ്? അറ്റ്ലാന്റിക് ഓഷ്യൻ വെസ്റ്റ്, സെൽറ്റിക് ഓഷ്യൻ സൗത്ത്, ഐറിഷ് ഓഷ്യൻ ഈസ്റ്റ്. അതുപോലെ തന്നെ അയർലാൻഡ് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ഗ്രേറ്റ് ബ്രിട്ടൻ ബൈ നോർത്ത് ചാനലാണ്, ഐറിഷ് സീ ആൻഡ് സെൻറ്റ് ജോർജ് ചാനലാണ്. ജിയോഗ്രഫിക്കൽ ഫീച്ചർ നോക്കിക്കഴിഞ്ഞാൽ എന്താണ്? ഹയസ്റ്റ് പീക്ക് ഏതാണ്?
കാർണഹോളിയാണ്. ആൻഡ് ലോങ്ങസ്റ്റ് റിവർ ഷാനോൺ ആണ്. ആൻഡ് ലാർജസ്റ്റ് ലേക്ക് എന്താണ്? ലഫ് നെഗാണ്. ഇനി 24ാമത്തെ ന്യൂസായിട്ട് വന്നാണ് എന്താണ്? മംഗൾ പാണ്ഡെയാണ്. ഓക്കെ, അദ്ദേഹത്തിൻ്റെ കാലഘട്ടം 1827 മുതൽ 1857 വരെയാണ്. അദ്ദേഹത്തിൻ്റെ ഡെത്ത് ആനിവേഴ്സറിയുമായി ബന്ധപ്പെട്ട് വന്ന ന്യൂസാണ്. മംഗൾ പാണ്ഡെയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്താണ്? ഹി വാസ് ദ റെസിഡൻറ്റ് ഓഫ് ബാലിയ, ഉത്തർപ്രദേശിലെ റെസിഡൻ്റ് ആയിരുന്നു. ഹി ജോയിൻഡ് 34th ബംഗാൾ നാറ്റീവ് ഇൻഫ്ലേറ്ററി ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി. ഇദ്ദേഹത്തിൻ്റെ കോൺട്രിബ്യൂഷൻസ് എന്തൊക്കെയാണ്? അദ്ദേഹം ഇൻഫ്ലുവൻസ്ഡ് ബൈ എക്സാമ്പിൾ ഹിസ് കോമ്പറ്റീറ്റേഴ്സ് ഓഫ് ബെഹർപൂർ ഹി റെഫ്യൂസ് ടു യൂസ് കാട്രിഡ്ജസ്. അല്ലെ, ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ ഭാഗമായിട്ട് നടന്ന ഇഷ്യൂ ആണ്. അദ്ദേഹം എന്ത് ചെയ്തു? കാട്രിഡ്ജസ് യൂസ് ചെയ്യാൻ വിസമ്മതിച്ചതിനെ തുടർന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത്തരം ഇഷ്യൂസ് ഉണ്ടാകുന്ന. അദ്ദേഹത്തിന് പിന്നീട് പരിക്കുകൾ ഏൽപ്പിക്കുകയും കൊല്ലുകയൊക്കെ ചെയ്യുന്നുണ്ട്. ആൻഡ് ബ്രോക്ക് ഇൻ ടു ഓപ്പൺ മ്യൂട്ടനി ഓൺ March 29, 1857 at the Barakpur near Calcutta, which also ignified fire revolt of 1857. Later, he was counter-martialed and hanged to Barakpur on April 8, 1857. ഇനി അദ്ദേഹത്തിൻ്റെ വാല്യൂസ് എന്താണ്? കറേജ്, ഡിറ്റർമിനേഷൻ, പാട്രിയോട്ടിസം, ലീഡർഷിപ്പാണ്. നെക്സ്റ്റ് വൺ ആണ് ആൻഡ് ലാസ്റ്റ് വൺ, ഉറാൽ റിവർ. Rise in water level of Ural River due to snow melting affected over 10,000 homes across Russia. എന്താണ് ഉറാൽ റിവർ? ഇറ്റ് ഈസ് ദ 2428 കിലോമീറ്റർ ലോങ് റിവർ ആണ്. ഇത് ഏതിലൂടെയാണ് ഒഴുകുന്നത്? റഷ്യ ആൻഡ് കസാക്കിസ്ഥാനിലൂടെയാണ് എന്ത് ചെയ്യുന്നത്? ഇത് ഒഴുകുന്നതായിട്ട് കാണാൻ പറ്റുക. അതുപോലെ തന്നെ യൂറോപ്പ് ആൻഡ് ഏഷ്യയുടെ ബൗണ്ടറി ഷെയർ ചെയ്യുന്നു. അതുപോലെ തന്നെ എവിടെ നിന്നാണ് ഒറിജിനേറ്റ് ചെയ്യുന്നത്? ഉറാൻ മൗണ്ടൻസ് നിന്നാണ് എന്ത് ചെയ്യുന്നത്? ഇത് മൗനേറ്റ് ചെയ്യുന്നത്. അതുപോലെ കാപ്സിയൻ സീയിലേക്ക്. ഇറ്റ്സ് യൂറോപ്പ് 3rd ലോങ്ങസ്റ്റ് റിവർ ആണ്. അതിന് മുമ്പുള്ള ഏതൊക്കെയെന്ന് വെച്ച് കഴിഞ്ഞാൽ വോൾഗ, അതുപോലെ തന്നെ ദാൻബെയാണ്. ഇനി മെൽറ്റിംഗ് സ്നോ എന്ന് പറയുന്ന ഏകദേശം 60 മുതൽ 70% വരെ എന്നുള്ളതും ഏതിൻ്റെ പ്രത്യേകതയാണ്? ഇതിൻ്റെ പ്രത്യേകതയാണ്. ക്ലിയർ? അപ്പോൾ ഇത്രയും കറണ്ട് അഫയേഴ്സാണ് എന്താണുള്ളത് നമുക്ക് ഈ ആഴ്ച നോക്കാനുള്ളത്. ക്ലിയർ? താങ്ക് യു.